നിങ്ങൾ പണ്ടേ പറഞ്ഞു കേവലം നാമധാരികളാകരുത്. മുസ്ലിമീങ്ങളാകുമ്പോ ശരിക്കും ഒരു മുസ്ലിമാകണം. മുഅ്മിനീങ്ങളാകുമ്പോ നല്ല കറക്റ്റായ മുഅ്മിനാകണം. പേര് കൊണ്ട് മാത്രമാകരുത്. എല്ലാത്തിലും, സംസാരത്തില്, സംസ്കാരത്തില്, ആചാരങ്ങളില്, വിചാരങ്ങളില്, ഇടപാടുകളില്, ഇടപെടലുകളില്, ബന്ധങ്ങളില്, ബാധ്യതകളില്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾ മുസ്ലിമീങ്ങളാകണം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരാളെയും ലോകത്ത് പേടിക്കേണ്ടി വരില്ല. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചവരാണോ? നിങ്ങൾ അല്ലാഹുവിനെ അറിഞ്ഞവരാണോ? അല്ലാഹുവിനെ വഴിപ്പെടുന്നവരാണോ? എന്നാൽ ഖാഫഹു കുല്ലു ഷൈ, എല്ലാവരും നിങ്ങൾക്ക് താഴെയാണ്, എല്ലാവരും നിങ്ങളെ അണ്ടറിലാണ്, എല്ലാവരും നിങ്ങളെ പേടിക്കുന്നവരാണ്. എപ്പോ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നവരാകണം. വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ യഥാർത്ഥ ഭക്തന്മാരാണെങ്കിൽ, സച്ചരിതരാണ്, സദ്വ്രതരാണ്, സൽക്കർമ്മികളാണെങ്കിൽ, ശരിയായ മുഅ്മിനീങ്ങളാണെങ്കിൽ, വഅൻതുമുൽ അലൗന, നിങ്ങൾ വിജയികളാണ്, വിജയികളാണ്, നിങ്ങളെ മേലെയായവരാണ്. നിങ്ങളെ പേടിപ്പിക്കാനോ, നിങ്ങളെ പീഡിപ്പിക്കാനോ, നിങ്ങളെ മർദ്ദിക്കാനോ, നിങ്ങളെ ഉപദ്രവിക്കാനോ, നിങ്ങളെ മേലെ പുതിയ പുതിയ നിയമങ്ങളും അതുപോലെ തന്നെ കൽപ്പനകളും കൊണ്ടുവന്ന് നിങ്ങളെ ഉപദ്രവിക്കാനോ ലോകത്ത് ഒരാൾക്കും സാധ്യമേ അല്ല. എപ്പോഴറിയാ? നിങ്ങൾ അല്ലാഹുവിന്റെ അഹ്ലുകാരില്ലെങ്കിൽ, അല്ലാഹുവിന്റെ അഹ്ലുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമേ അല്ല. മൻ കാന മഅല്ലാഹി കാനല്ലാഹു മഅ. ശഫീഉനാ റസൂലുള്ളാഹ്. കാന മഅല്ലാഹി, ആരെങ്കിലും അല്ലാഹുവിന്റെ കൂടെയാണെങ്കിൽ, അല്ലാഹുവിന്റെ ബോധത്തിലാണെങ്കിൽ, അവന്റെ വിചാരത്തിലാണ്, അവന്റെ പേടിയിലാണ്, അവന്റെ വിശ്വാസത്തിലാണെങ്കിൽ, കാനല്ലാഹു മഅ, തീർച്ചയായിട്ടും അവൻ അല്ലാഹുവിന്റെ കൂടെയാണ്. അല്ലാഹു അവന്റെ കൂടെയാണ്. അല്ലാഹുവിന്റെ സഹായം അവരെ കൂടെയുണ്ട്. അല്ലാഹുവിന്റെ എല്ലാ തണലും അവർക്കുണ്ട്. അല്ലാഹുവിന്റെ രക്ഷ അവരുടെ മേലിലുണ്ട്. അല്ലാഹുവിന്റെ കാരുണ്യം അവരെ മേലെ വർഷിക്കുന്നുണ്ട്. എപ്പോ ആടിമകൾ അല്ലാഹുവിന്റെ ജനങ്ങളാണെങ്കിൽ, അല്ലാഹുവിന്റെ കൽപ്പന പാലിച്ചവരാണെങ്കിൽ, അല്ലാഹുവിനെ അറിഞ്ഞവരാണെങ്കിൽ, അല്ലാഹു അറിഞ്ഞവരാണെങ്കിൽ, അല്ലാഹു ചെയ്യണമെന്ന കാര്യം ചെയ്തവരാണ്, പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവരാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്. ഇന്ന് നമ്മുടെ അവസ്ഥ കണ്ടാൽ, പ്രത്യേകിച്ച് ഞങ്ങളെ യുവജനാംഗ, ഞങ്ങളെ യങ്മൻസ്, ഞങ്ങളെ ബാല്യക്കാർ, ഞങ്ങളെ യുവാക്കള്, ഞങ്ങളെ യുവതികള്, അവരെ കോലം കണ്ടാൽ അവരിൽ ഇസ്ലാം ഉണ്ടെന്ന് പറയാമോ? ഇതുപോലെയുള്ള നല്ല കാര്യത്തിന് മുന്നിട്ടിറങ്ങിയ ബാല്യക്കാർ, അവരെ പറ്റി ഞങ്ങൾ പറയുന്നില്ല. അവരെ പറ്റി ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പറയാനില്ല, അവരൊരു കുറവ് ഞങ്ങൾക്ക് പറയാനില്ല. കാരണം പാവപ്പെട്ട പെണ്ണുകിടാവിനൊരു താലി ചാർത്തുന്നു എന്ന കാര്യത്തിന്, പാവപ്പെട്ട ഒരു പെണ്ണുകിടാവിന് ഒരാളെ കയ്യിൽ പറഞ്ഞേക്കുന്നു എന്ന കാര്യത്തിന്, ഒരു വിവാഹത്തിന്റെ കാര്യത്തിൽ നല്ലോണം അധ്വാനിക്കുന്നു എന്ന വിഷയത്തിന്, അവർക്ക് കുടിക്കാനവന എന്തത് സർവത്ത ജ്യൂസാ ഒന്നും മനസ്സിലായില്ല, ഒന്ന് ചോദിച്ചോളൂ സാർ. അതെ, എന്തോട്ടെ കുടിക്കാനാണോ? അല്ലെ, ഇപ്പൊ കൊടുക്കണ്ട, തുടങ്ങിയത്രല്ലേ. ബെയ്ച്ചിട്ട് എല്ലാവരും വന്ന സമയം ഞാനടക്കം ബെയ്ച്ചിട്ട് വന്നിട്ട് ഓരോരുത്തരുടെ പൊക്കിള് വിരിഞ്ഞ നേരം അത്ര ബെയ്ച്ചിട്ട് ഇപ്പൊ എന്നെ കുടിക്കാൻ കൊടുത്തിട്ട് ഒരു ഗുണവും ഇല്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോ ചിലപ്പോ എല്ലാവർക്കും ഒരു ആശ ഉണ്ടാവും, ഒരു ഗ്ലാസ് കിട്ടി നല്ല ഉണ്ടായി. കാരണം ഇരുന്നിട്ട് പച്ചിപ്പോയി, കേട്ടിട്ട് ക്ഷീണിച്ചു. അപ്പൊ കൊടുക്കണം, അപ്പന്നല്ലേ കൊടുക്കണ്ടേ? അല്ലേ? ഇത് തുടങ്ങിയത്ര തന്നെ. തുടങ്ങുമ്പോ തന്നെ കുടിക്കുന്ന ജ്യൂസും, തുടങ്ങുമ്പോ തന്നെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റും പോയെങ്കിൽ 5 പൈസന്റെ ഗുണം ഉണ്ടാവും. ഒരു 4 ദിവസം മുമ്പ് ഒരു പരിപാടി തുടങ്ങിയിട്ട് ഞാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞിട്ട് മൈക്ക് പോയിന്റ് നിന്നിട്ട് തുടങ്ങുമ്പോ തന്നെ സെക്രട്ടറി കടലാസും കൊണ്ടുവന്ന് വായിച്ചു നോക്കുമ്പോ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കും. എന്ത് ബക്കറ്റിന് തന്നെ തുടങ്ങണ്ട, ഇത് പരിപാടി വെച്ചാൽ തന്നെ ബക്കറ്റ് ഫുള്ളാക്കാനല്ല.
ഇൻഷാ അല്ലാഹ് നല്ല കാര്യമാണ്. ആ കുട്ടികളെ കൊണ്ടുവന്നത് വലിയ വിഷയമാണ്. സംഘടിപ്പിച്ച ഞങ്ങളെ സംഘാടകർ അല്ലാഹു തആല അവർക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഈ സദസ്സിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളെ നല്ലവരായ ആ അനുജ സഹോദരന്മാർ അല്ലാഹു തആല അവർക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മണി 10:00 ഒരു 10:50 11 മണിയാകുമ്പോൾ കൊടുത്തെങ്കിലേ നല്ല റാഹത്ത് ഉണ്ടാകും കുടിക്കാൻ. ആ സമയത്ത് ആവശ്യമാണ് ഒരു ഗ്ലാസ് 1-2 ഗ്ലാസ് ഇങ്ങോട്ട് വരെയും. കാരണം ഞങ്ങൾ മലക്കല്ല, മനുഷ്യർ തന്നെയാണ്. അല്ല, അങ്ങനെ ഉണ്ട് ചിലയിടത്തെല്ലാം പോയെങ്കിൽ ഈ സ്റ്റേജിലുള്ളവരെല്ലാം മലക്കെന്ന് വിചാരിച്ചു ഓർക്കൊന്നും കിട്ടലില്ല. ഏതോ വട്ടെ അള്ളാഹു ഞങ്ങൾ സ്വീകരിക്കുമാരാകട്ടെ. അൽഹംദുലില്ലാഹ് വലിയൊരു കാര്യം ഞങ്ങൾ ഈ ചെയ്യുന്ന ഈ പ്രവർത്തനം വലിയൊരു കാര്യമാണ്, അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പെരുത്തും സഹായം ലഭിക്കുന്ന കാര്യമാണ്. പടച്ചറപ്പ് നാളെ പരലോകത്ത് ചോദിക്കുമല്ലോ. ചില മനുഷ്യന്മാരെ വിളിച്ചിട്ട് അല്ലാഹു തആല നാളെ ചോദിക്കുമത്ര, അല്ല ഞാൻ രോഗിയായി കിടന്നപ്പോ നീ എന്നെ കാണാൻ വന്നില്ലാലോ, ഞാൻ വിശന്നിരിക്കുന്ന സമയത്ത് നീ എനിക്ക് ഭക്ഷണം തന്നില്ലാലോ, ഞാൻ രോഗിയായിരിക്കുന്ന സമയത്ത് നീ എന്നെ കാണാൻ വന്നില്ലാലോ, ഞാൻ കഷ്ടപ്പെടുന്ന നേരത്ത് നീ എന്നെ സമാധാനിപ്പിച്ചില്ലല്ലോ, നിന്നെ കണ്ടില്ലല്ലോ. ഇന്ന് നാളെ റബ്ബ് തആല പരലോകത്ത് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുമത്ര, പടച്ച റബ്ബേ നീ രോഗിയാവുകയോ? നീ എങ്ങനെയാ രോഗിയാവുക? നിന്നെ രോഗിയായാൽ ഞങ്ങളെ കാണാൻ വരണമെന്നല്ലേ നീ പറഞ്ഞത്? നീ എങ്ങനെയാ രോഗിയാവുക? വഅൻത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവായ അല്ലാഹു അല്ലേ? നീ രോഗിയാവുകയോ? നീ കഷ്ടപ്പെടുകയോ? നീ ബേജാറിലാവുകയോ? നീ എങ്ങനെയാ രോഗിയാവുക എന്നാ ജനങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ പടച്ച റബ്ബ് തിരിച്ചു ചോദിക്കും അത്രയത്, എന്റെ അടിമകൾ രോഗിയായി കിടന്നപ്പോ നിങ്ങൾ അവരെ ആശ്വസിപ്പിച്ചില്ല. ദുനിയാവില് ഭൂമി ലോകത്ത് എന്റെ അടിമകളിൽപ്പെട്ട ചില ആൾക്കാർ രോഗികളായി കഷ്ടപ്പെടുമ്പോ അവർക്ക് വേണ്ട മെഡിസിന്, മരുന്ന്, മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തില്ലാലോ. അത് ചെയ്തിരുന്നുവെങ്കിൽ, ആ രോഗികൾക്ക് നിങ്ങൾ ആശ്വാസം പകർന്നിരുന്നുവെങ്കിൽ, അവർക്ക് വല്ല ട്രീറ്റ്മെന്റോ മരുന്നിന്റെ പൈസയോ കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്നെ കാണാമായിരുന്നു. കാരണം ഞാൻ രോഗികളെ സഹായിക്കുന്നിടത്തുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നിടത്ത് ഞാനുണ്ട്, കഷ്ടപ്പെടുന്ന ജനങ്ങളെ കൂടെ ഞാനുണ്ട്. അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ജനങ്ങളെ നിങ്ങൾ സഹായിക്കണം. ഒരു ഗതിയുമില്ലാത്ത പാവപ്പെട്ടവരായ സാധുക്കളായ നിർഗതികരായ ഒരു 1, 2, 3 പെണ്ണുകിടാക്കള് നാളെ അതാ ഈ സമയമാകുമ്പോ എല്ലാം കൊണ്ട് യോജിച്ചവരായി തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ആപ്പിളിന്റെ കയ്യിൽ കെട്ടിച്ചിട്ട് അവരെ സന്തോഷത്തോടെ പറഞ്ഞേക്കാൻ ഞങ്ങളെ യങ് മെൻസിന്റെ ഭാരവാഹികൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബിന്റെ അടുക്കൽ 2 ലോകത്തും പ്രതിഫലം നൽകപ്പെടുന്ന കാര്യമാണത്. ചെറിയ വിഷയമല്ല. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി ശഫീഉനാ റസൂലുള്ളാഹി. والله في عون العبد ما كان العبد في عون أخيه. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങളെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹു നിങ്ങളെ സഹായിക്കും കേട്ടോ. നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. കഷ്ടപ്പെട്ടവരെ സഹായിക്കുന്ന നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. ബേജാറിലുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങൾക്ക് ബേജാറാകേണ്ടി വരില്ല. വിഷമിക്കുന്ന ജനങ്ങളെ കണ്ണീരൊപ്പുന്ന നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല. പാവപ്പെട്ടവരുടെ കല്യാണത്തിന് സഹായിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ഒരു പ്രയാസവും അനുഭവപ്പെടേണ്ടി വരില്ല. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല. കാരണം ആ പാവപ്പെട്ട പെണ്ണ് എത്ര കാലമായി വീടിന്റെ കിളിവാതിലിന്റെ ആ റോളും പിടിച്ച് ആ വാതിലും പിടിച്ചിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ്. മേലായ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പടച്ച റബ്ബേ പ്രായം 20 കഴിഞ്ഞു, 25 കഴിഞ്ഞു, എന്റെ കൂടെ പഠിച്ച പെണ്ണ, എന്റെ കൂടെ നടന്ന പെണ്ണ, എന്റെ കൂടെ കളിച്ച പെണ്ണ, ഇന്നലെ ഒരു ഭർത്താവ്
ഭർത്താവിന്റെ കൂടെ മണവാട്ടിയായി 2-3 മക്കളെ ഉമ്മയായി സന്തോഷത്തോടെ നടക്കുന്നത് കാണുമ്പോ പൊരനിറഞ്ഞു നിൽക്കുന്ന ഞങ്ങൾ ആ പെണ്ണുമോള് പൊരന്റെ അകത്ത് കണ്ണുനീര് വാർക്കുകയാണ്. പടച്ച റബ്ബേ, ഞാനൊരു പാവപ്പെട്ടവളായത് കൊണ്ടല്ലേ, ഞാനൊരു സാധു കുടുംബത്തിലെ ബാപ്പാക്ക് ജനിച്ചത് കൊണ്ടല്ലേ, ഒന്നുമില്ലാത്ത ചെറിയ ചെറ്റക്കുടിലിൽ ഞാൻ പിറന്നു വീണത് കൊണ്ടല്ലേ ഇന്ന് ഞാൻ ഈ പൊരന്റെ അകത്ത് ബാക്കിയായി പോയത്. അല്ലെങ്കിൽ ഞാനും അവളെ പോലെ 1-2 കുഞ്ഞുങ്ങളെ ഉമ്മയാകേണ്ടവളല്ലേ, ഒരു ഭർത്താവിന്റെ കൂടെ കൈപിടിച്ച് നടന്നു പോകേണ്ടവളല്ലേ. എനിക്ക് ഈ ഗതി എത്തിയത് നിന്റെ വിധിയല്ല റബ്ബേ, നിന്റെ ഖലാഅല്ല റബ്ബേ, ഞാനൊരു പാവപ്പെട്ട കുടുംബമായത് കൊണ്ടല്ലേ റബ്ബേ എന്നോർത്ത് വിഷമിച്ച റബ്ബിലേക്ക് ഭാരമേൽപ്പിച്ച് അവിടെ അതാ കണ്ണുനീര് വാർത്ത് അല്ലാഹുവിനോട് ദുആരെന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണുമോൾ, ആ പെണ്ണുമോളെയാണ് ഞങ്ങളെ യങ്കുമൻസിന്റെ ഭാരവാഹികൾ കൈപിടിച്ചുയർത്തുന്നത്. ആ പെണ്ണുകിടാവിനാണ് ഒരു താങ്ങായി തണലായി ഞങ്ങൾ യങ്കുമൻസിന്റെ ഭാരവാഹികൾ മുന്നിട്ട് വന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എത്ര കഷ്ടപ്പാടുണ്ട്, എത്ര കഷ്ടപ്പാടുണ്ട്. ഒരു പെണ്ണുകിടാവിന്റെ മംഗലം നടത്താൻ എത്ര പണിയുണ്ട്. ചെറിയ വിഷയ അങ്ങനെ മംഗലം കഴിച്ചു നോക്കണം, അപ്പൊ മനസ്സിലാവും. അല്ലാണ്ട് ഇപ്പൊ അത് എല്ലാവർക്കും തിരിഞ്ഞുകൊള്ളൊന്നില്ല. ആർക്ക് പണിയില്ല? പൈസക്കാരനും വലിയ പണിയുണ്ട്. മോളെ കെട്ടിച്ചു കൊടുക്കാൻ വലിയ കഷ്ടം പൈസക്കാരനും ഉണ്ട്. ഉസ്താദ്, പൈസക്കാരന് എന്ത് പണിയുള്ള? പൈസ ഉണ്ടായെങ്കൊന്നും നല്ല പുതിയാപ്പിള കിട്ടാല. നല്ല പുതിയാപ്പിള കിട്ടണമെങ്കിൽ വലിയ ത്യാഗം ചെയ്യാം. പൈസ എല്ലാവർക്കും ആക്കാൻ കഴിയും, അത് വലിയ വിഷയമൊന്നും അല്ല. പൈസ ഒരു കാര്യമല്ല. അല്ലാണ്ട് മംഗളത്തിനെന്ത് പൈസന്റെ ചെലവ്? മംഗളത്തിനെന്ത് പൈസന്റെ ചെലവൊന്നും വേണ്ടേ? അത് എന്തെങ്കിലും ഒരു 5 പൈസ ചെലവാണെന്നെ ആണല്ലേ. പെണ്ണിനെ എവിടുന്ന്? പെണ്ണിന് പിന്നെ ഞാൻ ഒരു സന്തോഷത്തിന് പെണ്ണുമോളല്ലേ. 10-18 വർഷം നമ്മളടുത്ത് ജീവിച്ച പെണ്ണ് എന്റെ മോള്, എന്റെ പിരിശത്തിന്റെ കനിയായ എന്റെ മോള്, എന്റെ ഏറ്റവും നല്ല വടപ്പിറപ്പായ എന്റെ കൂട്ടുകാരിയും എന്റെ എല്ലാമായ എന്റെ പെങ്ങള്, അവളതാ ഇനി കാലാകാലം എന്നിൽ നിന്ന് അകന്നു പോവുകയാ. ഇനി അവൾ കളിക്കൂട്ടുകാരിയെ എന്റെ കൂടെയില്ല, ഇനി കൂടെ പിറപ്പായിട്ട് എന്റെ കൂടെയില്ല, ഇനി എന്റെ കൂടെ കളിയിലും ചിരിയിലും ഒത്തൊരുമിക്കാൻ അവളില്ല. അവൾ ഇന്നതാ ഒരു ഭർത്താവിന്റെ കൂടെ ഇറങ്ങി പോവുകയാണ്. ആ പോകുന്ന സമയത്ത് അവളെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചിലപ്പോ പൊന്നു കൊടുക്കും, പൈസ കൊടുക്കും, ചിലപ്പോ പരന്റെ പട്ടെന്നെ കൊടുക്കും. അത് വലിയ വിഷയമൊന്നും അല്ല, ചോദിക്കാൻ നിൽക്കണ്ട നിങ്ങൾ. അത് എന്റെ ഔദാര്യാണ്, അല്ലാണ്ട് നിങ്ങളെ റമ്പന്തുമല്ല. എത്ര തെറുവാറ് തരല്ലേ, തന്നില്ലെങ്കിൽ കെട്ടല്ലേ, പോന്നാട്ടെ. എന്ത് കച്ചവട സുബ്രഹ്മണ്യത്ത് പയ്യു കച്ചവടാക്കുന്നതല്ല. അത്ര തരണോ ഇത്ര തരണോ. പിന്നെ പെണ്ണുമോളെ മങ്ങലാക്കുമ്പോ ഞങ്ങൾ അങ്ങ് കൊടുക്കുന്ന അൽഹംദുലില്ലാ. നാളെ ഞങ്ങളെ 3 പെണ്ണുകിടാക്കള് 3 പുതിയാപ്പിളമാരെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ മഹാനരായ തങ്ങളുടെയും കാളിയാരുടെയും ഹദറത്തിൽ വെച്ച ആ പെണ്ണുമക്കൾക്ക് അതാ മഹർ കൊടുത്തിട്ട് നിക്കാഹ് കർമ്മം നടത്തുമ്പോ ഞങ്ങളെ നല്ലവരായ വല്ലക്കാർ യങ്കുമൻസിന്റെ കൂട്ടുകാർ അൽഹംദുലില്ലാ ഓരോ കിടാവിനും 5 പവന് അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയ വസ്ത്രങ്ങളും ഉടയാടകളും മംഗളത്തിന്റെ എല്ലാ ചെലവും ഞങ്ങളെ ബാല്യക്കാരാണ് നടത്തുന്നത്. ഞങ്ങള് യങ്കുമൻസിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. നല്ലവരായ നാട്ടിലെ കാരണവന്മാർ കൊടുത്തട്ട്, ദാനികൾ കൊടുത്തട്ട്, നാട്ടുകാരും മറുനാട്ടുകാരുമായ പലരും സഹായിച്ചിട്ട് അൽഹംദുലില്ലാ നാളെ 3 പെണ്ണുകിടാക്കളെ സന്തോഷത്തോടെ പറഞ്ഞേക്കുകയാണ്. ഒരു കിടാവിനെ 5 പവന് മാതിരി കൊടുത്തട്ട് വലിയ കാര്യമല്ല, എത്ര വലിയ സന്തോഷത്തിന്റെ വിഷയമാണ്. പടച്ച റബ്ബ് ചിരിക്കുന്ന നേരം, അവന്റെ മാലാകമാർ നമുക്ക് വേണ്ടി ദുആരക്കുന്ന നേരം, മുത്തുനബി തങ്ങൾ റൗളയിൽ നിന്നിട്ട് കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന നേരം, സുബ്ഹാനല്ലാഹ്, അത് ചെറിയ വിഷയമല്ല. ഒന്നാലോചിച്ചു നോക്കൂ. ഇതുവരേക്കും ബേജാറ് കൊണ്ട്, വിഷമം കൊണ്ട്, ദുഃഖം കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ട് ആ കൂരയുടെ ഉള്ളിൽ നിന്ന്, ആ വീടിന്റെ ഉള്ളിൽ നിന്ന് ആ പെണ്ണ് കരഞ്ഞതാണെങ്കിൽ, പെണ്ണ് പുൽപുട്ടതാണെങ്കിൽ, നാളെ 3 നേരത്ത് ആ പെണ്ണ് കരയുന്നത്, ആ പെണ്ണിന്റെ കണ്ണുനീറുറ്റുന്നത് ബേജാറ് കൊണ്ടല്ല, കഷ്ടപ്പാട് കൊണ്ടല്ല, മറിച്ച് സന്തോഷം കൊണ്ടാണ്.
എനിക്ക് ഈ ബാല്യക്കാർ ഒരു ജീവിതം തന്നല്ല. ഈ നല്ല നാട്ടുകാർ അൽഹംദുലില്ലാ ഞങ്ങളെ കണ്ണടികട്ട മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ വലിയവരായ നേതാക്കളും പ്രവർത്തകന്മാരും അവരുടെ ബെണ്ണളുമായി അവിടുത്തെ നട്ടല്ലായി പ്രവർത്തിക്കുന്ന ഞങ്ങളെ ഗൗസിയ യങ് മെൻസ് അസോസിയേഷനും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്കൊരു ജീവിതം തന്നല്ലോ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടൊരു വേള നാളാ പെണ്ണ് കണ്ണീറുറ്റിച്ചു പോയാൽ, ഒരു വേള ആ പെണ്ണ് ദുആരുന്നു പോയാൽ അതിന്റെ പ്രതിഫലം എത്രയാ പറയാന് കഴിയുമോ? അല്ലെങ്കിലും അല്ലാഹു ഏറെ സന്തോഷിക്കുന്ന നിമിഷമേതറിയുമോ? അല്ലാഹു ഏറെ സന്തോഷിക്കുന്ന നിമിഷമേതറിയുമോ? അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യുമ്പോഴല്ല, അവന്റെ അടിമകളെ സേവിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് സൗണ്ടിന്റെ ബുദ്ധിമുട്ടുണ്ടാ? നിങ്ങൾക്ക് ഭാഷന്റെ ബുദ്ധിമുട്ടുണ്ടാന്ന് ഫസ്റ്റ് മനസ്സിലാവില്ലേ? നിങ്ങളെ ഭാഷയിൽ പ്രസംഗിക്കാൻ എനിക്ക് ഫുള്ളായിട്ടൊന്നും വരല. അത്യാവശ്യം എന്തെങ്കിലും സംസാരിക്കാൻ കിട്ടുമെന്നല്ലാണ്ട് അതങ്ങനെ സരളമായിട്ട് അങ്ങനെ പറയാനൊന്നും നമുക്ക് കഴിയില്ല. അതിന്റെ ഉസ്താദ്മാർ ഇവിടെയുണ്ട്, അവർ പിന്നെ പറയും. ശബ്ദം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാന്നാ? തിരിയുന്നല്ലേ ഞാൻ പറഞ്ഞത്? തിരിയുന്നല്ലേ? അത് മതി. അല്ല ഭയ്യ 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് കീഞ്ഞിട്ട് പോകുമ്പോ ആരെങ്കിലും ഒരാൾ കേട്ട് എന്തായാലും മോണോ പ്രസംഗ എന്തൊരാളി ചൊന്നു അമ്മ ബണ്ണിയായില്ലേ? ഈ കഷ്ടപ്പെട്ടതല്ല ബണ്ണിയായില്ലേ? ഞാൻ അത്ര ദൂരത്ത് വന്നതും ബണ്ണിയായില്ലേ? നിങ്ങൾ ഈ തിങ്ങകട്ടല കഷ്ടപ്പെട്ടതും ബണ്ണിയായില്ലേ? അപ്പൊ അമ്മാന്നും ചെല്ലാണ്ട അപ്പാന്നും ചെല്ലാണ്ട, ചെല്ലിന്റെ ഒരു ഭാഗം മാത്രം ചെല്ലി കൊടുത്താൽ മതി. ശബ്ദം എനക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ചാൽ ഒന്നാമത് ഓപ്പൺ സ്റ്റേജ്, അതിന് സൗണ്ട് ഇല്ലേ? ഓപ്പറേറ്റർ ഇല്ലേ? അതിന് അത് ബാക്ക് മോണിറ്റർ സൗണ്ട് ഇല്ല, ഉണ്ടല്ലേ? നമുക്ക് സൗണ്ട് ഇല്ല, ഇത് കറക്റ്റ്. ഇത് അൽഹംദുലില്ലാ കറക്റ്റ്, പെർഫെക്റ്റ്. നമുക്ക് സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇത് എത്ര കിട്ടിയെങ്കിലും മതിയാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമേ ഇത് ഓപ്പൺ ആകുമ്പോ അത് ഒരു ഗുമ്മുണ്ടാകുന്നില്ല, സ്വാഭാവിക. ഏതായാലും സൗണ്ട് കുറക്കണ്ട. നിങ്ങൾക്ക് മലയാളം കന്നഡ ತುಳುವ ತುಳುವ ಇರು ಕಮ್ಮಿ ಮಾಡ್ಕೊಡ್ಜಿ ಅಂಚನೆ ಉಪ್ಪಾಡು ഇനിയിപ്പോ എന്താ ഏതായാലും അൽഹംദുലില്ലാ ഇത് വലിയ കാര്യമാണ്. ഈ നിറഞ്ഞ സദസ്സില് അൽഹംദുലില്ലാ നിങ്ങൾ വലിയ ഭാഗ്യം ചെയ്തവരാണ്. അല്ലാഹു തആല ഏറെ സന്തോഷിക്കുന്നത്, പടച്ച റബ്ബ് ഏറെ ആഹ്ലാദിക്കുന്നത്, പടച്ച റബ്ബ് സന്തോഷം കൊണ്ട് അങ്ങ് മതിമറക്കുന്നത് നാം അടിമകളായ നാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോഴല്ല, മറിച്ച് അല്ലാഹുവിന്റെ അടിമകളെ സേവിക്കുമ്പോഴാണ്. അടിമകളെ സഹായിക്കുമ്പോ, അടിമകൾക്ക് വേണ്ടി പണിയെടുക്കുമ്പോ, അടിമകൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ, അടിമകളെ കണ്ണീരൊപ്പുമ്പോ, ഇതുപോലെയുള്ള കാര്യത്തിന് ഞാനും നിങ്ങളും മുന്നിട്ടിറങ്ങുമ്പോ പടച്ച റബ്ബ് ഏറെ സന്തോഷിക്കുന്നു. ശഫീഉനാ റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങള്, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് കണ്ടില്ലേ? പാവങ്ങളെ അറിയാത്ത ജനങ്ങള്, കഷ്ടപ്പെടുന്നവരെ അറിയാത്ത ജനങ്ങള്, ബേജാറിലുള്ള ജനങ്ങളെ അറിയാത്ത ജനങ്ങള്, അവർ വിശ്വാസികളല്ല. ഞാനായി എന്റെ പാടായി, ഞാനായി എന്റെ മക്കളായി, എന്റെ കുട്ടികളായി എന്നുള്ള ചിന്ത നമുക്ക് പാടില്ല, മുസ്ലിമിന് പാടില്ല. അങ്ങനെ ചിന്തിക്കേണ്ടവരല്ല നമ്മള്. ആണോ? ഞാന് എന്റെ കിടാക്ക് കുഞ്ഞ്, ഞങ്ങൾ ഇത്രമേ ആൾക്കാർ എന്ന് നമ്മൾ പറയാനേ പാടില്ല. നമ്മളെ ലോകം അതല്ല, ഞങ്ങൾക്കെല്ലാം ലോകമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അൽ ഖൽഖു ഇയാലുല്ലാഹ്, ഈ ലോകത്തുള്ള സകല സൃഷ്ടികളും അല്ലാഹുവിന്റെ കുടുംബമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും സേവിക്കേണ്ട വിഭാഗമാണ്. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല. അയൽവാസിയായ വീട്ടിലുള്ള മനുഷ്യന് പട്ടിണി കിടക്കുന്ന നേരത്ത് നീ വയറ് നിറച്ചു ഉണ്ണുന്നുവെങ്കിൽ, വയറ് നിറച്ചു ഭക്ഷിക്കുന്നുവെങ്കിൽ, നിന്റെ വീട്ടിൽ നന്നായിട്ട് ചോറ് വിളമ്പുന്നുവെങ്കിൽ, ആ പട്ടിണി കിടക്കുന്ന മനുഷ്യനെ അറിയാതെ നീ മൂക്കറ്റം വരെ തിന്നുന്നുവെങ്കിൽ നീ മുസ്ലിം അല്ല, നീ മുഅ്മിനല്ല, ലൈസ മിന്നാ, നീ ഞങ്ങളിൽ പെട്ടവനല്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോ ഇയാള് ഡബിളാജിയാണ്.
പാവപ്പെട്ടവന്റെ വീട് ചോരുന്ന കാലം കുറയായി. ഒന്ന് ഓട്, പൊളിഞ്ഞ ഓട് മാറ്റാൻ പോലും ആ പാവപ്പെട്ടവരുടെ കയ്യിൽ കാശില്ല. ചോരുന്ന ഭാഗത്തേക്ക് ടൽപ്പറും ടാർപ്പൈനും അതുപോലെയുള്ള കടലാസും പായയും പാളയും എല്ലാം വെച്ചിട്ട് കൊല്ലം മഴയെ തടയുകയാണവർ. ചോരുന്നതിൽ നിന്നിട്ട് രക്ഷപ്പെടുകയാണവർ. ഇപ്പുറത്ത് ഞാനോ 2 നില വീട് കെട്ടി, എന്നിട്ട് വീടിന്റെ മുറ്റം ഉഷാറായിട്ട് ഇന്റർലോക്ക് ഇട്ട് അതിന്റെ ഇടയ്ക്ക് പിന്നെ 1.5 ഓട്ടോമാറ്റിക് സിസ്റ്റമുള്ള ഗേറ്റും ഫിറ്റ് ചെയ്തിട്ട് 2-3 കാറും കൊണ്ടുവന്നിട്ട് നിർത്തുന്നു. എന്നാ കേട്ടോ, നീ മുഅ്മിനല്ല. അയൽവാസിയായ മനുഷ്യന്റെ കഷ്ടപ്പാടറിയാത്ത നീ, അയൽവാസിയായ മനുഷ്യന്റെ ദുഃഖത്തിൽ പങ്കുചേരാത്ത നീ, അയൽവാസിയായ മനുഷ്യന്റെ ബാധ്യത മറന്ന നീ, സക്കാത്തായി സ്വതക്കയായി നിന്റെ അർഹമാകപ്പെട്ട വിഹിതം കൊടുക്കാതെ കണ്ട് ബാക്കി വെച്ച നീ, ഇല്ല നിന്നെ പറ്റി മുഅ്മിനാണെന്ന് പറയാൻ കഴിയില്ല. ഇല്ല, കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നാളെ കൊണ്ടുപോകുന്നുമില്ല. ആരും കൊണ്ടുപോയിട്ടില്ല, ഒരാളും കൊണ്ടുപോയിട്ടില്ല. എല്ലാം നിനക്ക് വേണ്ടി നീ സമ്പാദിച്ചത് ഇവിടെ തന്നെ ബാക്കി വെക്കുന്നു. നീയാണെങ്കിലോ ഇറങ്ങിപ്പോകുന്നു. കണ്ടില്ലേ, ഞങ്ങളെ പൊരന്റെ പട്ട നോക്ക്, നിങ്ങള് ആധാരം നോക്ക്, അടിയാധാരം നോക്ക്. മനസ്സിലാണല്ലോ, അടിയാധാരം നിങ്ങളെ പൊരന്റെ പട്ട നോക്ക, നിങ്ങളെ ജാഗന്റെ പട്ട നോക്ക. ആ ജാഗ ഇന്നലെ ആരതായിരുന്നു, മിഞ്ഞാന്നാരതായിരുന്നു, അതിന്റെ അടിപ്പട്ട ആരുടേതായിരുന്നു, ആ ആരുടേതാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ പേര് കാണാ, ഇവിടെ വരെ ഒപ്പും കാണാ. ആ ഒപ്പുണ്ട്, പേരുണ്ട്, ജാഗയുണ്ട്, പക്ഷെ അയാളില്ല. എവിടെയാണ് അയാള്? അയാളെ ഒപ്പ് ബാക്കിയാക്കി, അയാളെ പേരും ബാക്കിയാക്കി, അയാളെ ജാഗയും സ്വത്തും എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് അയാൾ എവിടെ പോയതാ? മടക്കമില്ലാത്ത ലോകത്തേക്ക് അയാൾ മറഞ്ഞുപോയി. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകത്തേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, മരണമില്ലാത്ത ലോകത്തേക്ക് പോയി. അവിടെ രക്ഷ വേണ്ടേ? അവിടെ സുഖലോക സ്വർഗം വേണ്ടേ? അതിന് നീ എന്ത് വേണമറിയാ? പാവപ്പെട്ടവരെ സഹായിച്ചോ, കഷ്ടപ്പെടുന്നവരെ കണ്ണീറൊപ്പിക്കോ. നീ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നവനാണെങ്കിൽ, വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ പരിഹരിക്കുന്നവനാണെങ്കിൽ, കെട്ടുപ്രായമെത്തിയ പെണ്ണുമോളെ കല്യാണത്തിന് സഹായിക്കുന്നവനാണെങ്കിൽ, ബേജാറിലുള്ള മനുഷ്യരെ സഹായിക്കുന്നവനാണെങ്കിൽ, നിന്റെ മുതലിൽ ബർക്കത്തുണ്ട്, നിന്റെ ആയുസ്സിൽ ബർക്കത്തുണ്ട്, നിന്റെ കുടുംബത്തില് ബർക്കത്തുണ്ട്. ശഫീഉനാ റസൂലുള്ളാഹ് നാളെ നരകത്തില, അതെ നാളെ പരലോകത്ത് വെച്ച് ഒരു കൂട്ടം ജനങ്ങളെ നരകത്തില് കാണുകയാണ്. കത്തിയാളുന്ന നരകത്തിന്റെ ആഘാത ഗർത്തത്തിൽ പറഞ്ഞു വീണ് കരിയുകയാണ്. ഭീകരമായ ശിക്ഷ അനുഭവിക്കുകയാണ്. ആദാബ് അവിടെ അങ്ങനെ കേൾക്കുമ്പോ, നരകത്തിൽ അവിടെ വല്ലാതെ ശിക്ഷ അനുഭവിക്കുമ്പോ, ആ ജനങ്ങളെ നോക്കിയിട്ട്, നരകത്തിൽ ആ കട്ടപ്പെടുന്ന ജനങ്ങളെ നോക്കിയിട്ട് സ്വർഗത്തിലുള്ള കുറച്ച് ആൾക്കാർ ചോദിക്കുമത്ര, മാ സലകകും ഫീ സഖർ, നിങ്ങളെന്തേ നരകത്തിലായതാ? നിങ്ങളെന്താ നരകത്തില്? നിങ്ങൾ ദുനിയാവിലൊക്കെ ഞങ്ങൾ കണ്ടപ്പോ നിങ്ങൾ നരകത്തിലേക്ക് പോണ്ട ആളായിരുന്നില്ല. 5 നേരം കൃത്യമായിട്ട് നിസ്കാരം, അതുപോലെ തന്നെ ഹജ്ജ്, കൊല്ലത്തില് 2-3 ഉംറ, ഉസ്താദുമാരെ എല്ലാരും വിളിപ്പിച്ചിട്ട് നോമ്പ് തുറ, എല്ലാം അതിന്റെ മട്ടം പോലെ നടത്തിയവരാണ്. എന്നിട്ട് പോലും നിങ്ങളെന്തേ നരകത്തിലായി? നിസ്കാരമുണ്ടായിരുന്ന നിങ്ങള്, ഹജ്ജ് ചെയ്തിരുന്ന നിങ്ങള്, നോമ്പ് നോറ്റിരുന്ന നിങ്ങള്, ഖുർആൻ ഓതിയിരുന്ന നിങ്ങള്, നിങ്ങളെന്തേ നരകത്തിലായി എന്ന് ചോദിക്കുമ്പോ, ആ
ജനങ്ങൾ അവരോട് പറയുന്ന മറുപടി, നരകത്തിൽ വെന്തുരുകുന്ന ആ ജനങ്ങൾ പറയുന്ന മറുപടി, അതേ ഞങ്ങൾ പാവപ്പെട്ടവരെ ഭക്ഷിപ്പിച്ചില്ല, സാധുക്കളെ സഹായിച്ചില്ല, വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നത് കാണാ, പാവപ്പെട്ട ജനങ്ങൾക്ക്, വിശക്കുന്ന ജനങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമലല്ല സ്വീകരിച്ചില്ല, ഞങ്ങളെ ഇബാദത്തല്ല സ്വീകരിച്ചില്ല, ഞങ്ങളെ ഉംറ അല്ലാഹ് ഖബൂൽ ചെയ്തില്ല. പാവപ്പെട്ടവരെ പരിഗണിക്കാത്തത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ പരിഗണിച്ചില്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ സമ്പത്തിൽ ബർക്കത്ത് വേണോ, നിങ്ങളെ മുതലിൽ ബർക്കത്ത് വേണോ, നിങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് വേണോ, സ്വതക്ക കൊടുത്തോളൂ, സക്കാത്ത് കൊടുത്തോളൂ. മാ തലിഫ മാലുൻ ഇല്ലാ ബിഹബ്സി സക്കാത്ത്. എന്റെ ഒന്ന് രണ്ടാളെല്ലാം പോന്നല്ലോ, സമയായതാ അല്ലല്ലേ? ആവശ്യമുള്ളവർക്ക് പോവാ. ഒന്ന്. രണ്ടാമത്, ഇങ്ങനത്തെ നല്ല നല്ല പരിപാടിയെല്ലാം നടക്കുമ്പോ ആവശ്യമുണ്ട് എന്തും കുറെ ജോറ് മനസ്സിന്. ഡേ നൈറ്റ് മാച്ചും ഫുട്ബോളും മഹിളാ ക്രിക്കറ്റ് പന്തിയാട്ടെല്ലാം നടക്കുമ്പോ ഒരാവശ്യമില്ല. ഉമ്മ മരിച്ചെന്ന് ചെല്ലെങ്കിലും ഇപ്പൊ എല്ലാം നാളെ മയ്യത്തെടുക്കാൻ ചെന്നു. നിന്റെ ഉമ്മ മരിച്ചില്ല, ഇവിടെ ഓവർ 6 ഓവർ 6 2020. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോ അയാൾക്ക് ഇരിപ്പുറക്കുന്നില്ല, അയാൾക്ക് നിന്നിട്ട് പോകണം, അയാൾക്ക് പോഞ്ഞിട്ട് വേണം, പോയിട്ട് വേണം. അത്യാവശ്യമുള്ളവന് പോകുന്നതിന് ബേജാറൊന്നുമില്ല. പോയവരെ പറ്റി ഞങ്ങൾ കുറ്റപ്പെടുത്തിയതുമല്ല, അവരെ ഞങ്ങൾ കുറ്റം പറയുന്നുമില്ല. അത് അവരവർ സ്വയം മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇനി പോയവരെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്, നിങ്ങൾ ബേജാറൊന്നും വേണ്ട. അങ്ങനെ പോകുന്നത് ശരിയല്ല. കുറച്ചു നേരമല്ലേ നമ്മ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും തീരെ പരിഗണിക്കാതെ ദുനിയാവിൽ കാലി വോട്ടിടാൻ വേണ്ടിയിട്ട് വോട്ടറുടെ പട്ടിയും മാത്രം പിടിച്ചിട്ട് പോയതിനെ കൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് വോട്ടില്ല ചെന്നു. വോട്ട് ഇല്ലാന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നാടേ ഇല്ല. ചെന്നോന് നാടുമില്ല, വീടുമില്ല, പിന്നെ ഒരുത്തിന് തിരികളുമില്ല, മക്കളുമില്ല. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിന്റെ ഒരു അത്ഭുതമല്ലേ, ഒരു തമാശയല്ലേ? ഞങ്ങളോട് നിങ്ങൾ പെണ്ണിനെ തലാക്ക് ചെല്ലാൻ കഴിയാല, നിങ്ങെങ്ങാനും തലാക്ക് ചെല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം സജ്ജയം ചെറ്റ് വിധി കൊണ്ടുവന്നവന് പെണ്ണ് കെട്ടിട്ട് ഓളെ നടു റോട്ടിലാക്കിട്ട് വന്നോ അല്ലേ? നമ്മളെ പ്രൈം മിനിസ്റ്റർ മോദി സാർ, അയാളെ തിരിയുണ്ടോ, അയാളെ പെഞ്ഞായി ഉണ്ടോ? മോദി ബഹൻ, ബെന്നി ബഹൻ, അവളെവിടെയാ? അയാൾ എന്നെ ഉപേക്ഷിച്ചിന്. അപ്പൊ ഇയാൾക്ക് 6 കൊല്ലത്തെ സജ്ജ കൊടുക്കണ്ട ഈ കണക്കിന്. ഇയാള് ഞങ്ങൾക്ക് കൂടെ വിധി പാസ്സാക്കുന്നത്. ഈ ഒരു കൈയില്ലാത്തവും 4 ബെറലില്ലാത്തവനും നോക്കിട്ട് തമാസാക്കുന്നതിന് ഒരു കയ്യേ ഇല്ല. ഇത്രയെല്ലാം പ്രതിഷേധങ്ങൾ നടക്കുന്നു. സമുദായം മാത്രമല്ല, മുസ്ലിമീങ്ങൾ മാത്രമല്ല, ജാതി മറന്ന്, പക്ഷം മറന്ന്, പാർട്ടി മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടാൻ. ബുദ്ധിയുള്ള ചോറ് തിന്നുന്ന തലച്ചോറ് ഒരു 100 ഗ്രാംസ് ഉള്ള എല്ലാവരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാൻ. പിന്നെ ഇന്നലെ ഏതോ ഒരു മുസ്ലിം സഹോദരൻ പറഞ്ഞ മാതിരി ഈ വിഷയത്തിലും കുറച്ചങ്ങ് പാർട്ടി നോക്കുന്നത് ഞാൻ തന്നെ. പിന്നെ നമുക്കിപ്പോഴും നേരം വെളുത്തിട്ടേ ഇല്ല. ഞമ്മ ഇപ്പോഴും പാർട്ടി തന്നെ ആയിക്കൊണ്ടുണ്ട്. എല്ലായിടത്തും പാർട്ടി. ഞങ്ങൾ അല്ലെങ്കിലും 36 പാർട്ടി. ഒരു പേരിന്റെ ഉള്ളിൽ 8 ആളുള്ളൂ. 8 ആളത് 12 പെട്ടിക്ക് വോട്ടു. പിന്നെ ഓടുന്നു നിന്റെ നാട്ടിൽ നിന്ന് വായിക്കാണ്ടിരിക്കുന്നു. ദമ്മതക്കെട്ടില്ലേ എന്ത് ബെടക്കാക്കിയും സാരില്ല. വോട്ട് ബെടക്കാക്കിയിരുന്ന വായി, വോട്ട് ബെടക്കാക്കിയിരുന്ന നിങ്ങൾ അതിനൊന്നും ജാഗ്രത ബെടക്കാക്കി എന്താ അവൻ വന്നെങ്കിൽ എന്താ, ഓൻ വന്നെങ്കിൽ എന്താ, ഇപ്പൊ എന്തായി ഇപ്പൊ എന്താന്ന് കേട്ടോ? ഇപ്പൊ ഞങ്ങൾ കേട്ടോട്ടുള്ളൂ. ഇനെന്താക്കുന്നില്ല, ഇനെ അനുഭവിക്കണ മാടി തുണ്ണോ മാറായ അനുഭവിക്കോ. ഖബർസ്ഥാൻ ഇമ്മ പാകിസ്ഥാൻ ഔ ഖബർസ്ഥാൻ അല്ലേ?
അങ്ങനെ പോകാൻ പറ്റേ. അതെങ്ങനെ പോലെ ധാരതാ നാട് ഇതേതാ നാട്, ഇതേതാ നാട്, ഇതാരതാണ് ഈ നാട്? ഇത് ഒരാളുടെയും ബാപ്പാന്റെ തറവാട് സ്വത്തല്ല, ഒരു ഉമ്മാക്ക് സ്ത്രീധനം കിട്ടിയതല്ല, ഒരു കെട്ടിയോളും മംഗലായിട്ട് വരുമ്പോ കൊണ്ടുവന്നതല്ല, അമിത് ഷാന്റെ ബാപ്പാന്റെ തറവാടല്ല, ഈ നാടിന്റെ അടിപ്പട്ട ഓന്റെ അപ്പന്റെ കയ്യിലല്ല. ഇത് ഞങ്ങളത്, ഇത് നമ്മുടേത്. ഇവിടെ ജാതിയില്ല, ഇവിടെ മതമില്ല. ഹിന്ദുസ്ഥാൻ ഹമാരാ. ഇത് ഞങ്ങളേതാണ്, ഇത് ഞങ്ങളേതാണ്. ഹൈന്ദവര്, ക്രൈസ്തവര്, ജൈനര്, ബുദ്ധന്മാര്, മുസ്ലിം, മറ്റുള്ളവര് എല്ലാവരും ഈ ഭാരതാംബ എന്ന സുന്ദരമായ നാടിന്റെ മക്കളാണ്. ഒരാളെയും പുറത്താക്കാൻ ഒരാൾക്കും അധികാരമില്ല. ഒരുപാട് കാലം ഇത് മറ്റുള്ളവരെ കയ്യിലായിരുന്നു, പറക്കിയരെ കയ്യിലായിരുന്നു, പരദേശികളെ കയ്യിലായിരുന്നു, ബ്രിട്ടീഷുകാരെ കയ്യിലായിരുന്നു, ഡച്ചുകാരുടെ കയ്യിലായിരുന്നു, ഗ്രീക്കുകാരുടെ കയ്യിലായിരുന്നു. അവരെല്ലാം വന്നിട്ട് ഞങ്ങളെ നാടിനെ കട്ടുമുടിച്ചോ, ഞങ്ങളെ നാടിൻ്റെതെല്ലാം കൊള്ളയടിച്ചോ. അങ്ങനെ വന്നപ്പോ ഞങ്ങളെ നാട്ടിന്റെ രാജാക്കന്മാർ, ഇന്നലകളിൽ കഴിഞ്ഞു പോയ ഞങ്ങളെ പ്രാപിതാക്കന്മാർ, ഞങ്ങളെ വാപ്പക്കാരണവന്മാർ, അവരെല്ലാം അവരോട് പടപൊരുതിയിട്ട് ഞങ്ങളെ നാടിനെ തിരിച്ചെടുത്തതാണ്. ഈ നാടിന് വേണ്ടി ജീവൻ കൊടുത്ത ആളാണ് മഹാനായ ടിപ്പു സുൽത്താൻ. മഹാനായ ടിപ്പു സുൽത്താൻ, അവരുടെ പിന്മുറക്കാരാണ് നമ്മള്. കിട്ടൂർ ചെന്നമ്മയുടെ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ, മൗലാന മുഹമ്മദ് അലിയുടെ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ, അതുപോലെയുള്ള മഹാന്മാരുടെ പിന്മുറക്കാരായി ജീവിക്കുന്ന ഞങ്ങളോട് നാട് വിട്ടു പോകാൻ പറയാൻ നീ ആരാ? നിനക്കാണെങ്കിലോ അടിപ്പട്ടയില്ല, നീയാണെങ്കിലോ ഷൂണക്കിയവനാണ്, 3 തവണയിലേറെ മാപ്പെഴുതി കൊടുത്തവനാണ്. ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തിട്ടാണ് നിങ്ങൾ പുറത്തിറങ്ങിയത്. ഈ നാടിന്റെ മഹാത്മാവാണെന്ന് മഹാനായ ടാഗോർ പറഞ്ഞിട്ടുള്ള മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നവരാണ് നിങ്ങള്. സത്യത്തിൽ നിങ്ങളോടാണ് പുറത്തു പോകാൻ പറയേണ്ടത്. പക്ഷെ ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ഏതായാലും റൈറ്റ് ഇല്ല. എന്തുമാകട്ടെ, എത്ര പ്രതിഷേധങ്ങൾ വന്നാലും, എത്ര പ്രതിഭടനകൾ തുടങ്ങിയാലും, ഡോക്ടർമാരും വക്കീലുമാരും സാഹിത്യകാരന്മാരും ചരിത്രകാരന്മാരും ബുദ്ധിജീവികളും വിദ്യാർത്ഥികളും യുവാക്കളും പക്ഷം മറന്ന്, രാഷ്ട്രീയം മറന്ന്, ജാതി മറന്ന് ഇന്ത്യയുടെ മുക്കുമൂലകളിൽ, രാപ്പകലുകളിൽ, തെരുവോരങ്ങളിൽ പുറത്തിറങ്ങിയിട്ട് പ്രതിഷേധ പ്രതിഭടനകൾ നടത്തിയിട്ട് പോലും അതിനെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ ഫിർഔനായ ഭരണത്തലപ്പത്തിരിക്കുന്നവനതാ നിയമം പാസാക്കി കഴിഞ്ഞു, വിജ്ഞാപന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് മാത്രമാണ്. ഒന്നേ ഒന്ന് പൊതുമുതൽ നശിപ്പിക്കണ്ട, ഒരാളെയും കല്ലെടുത്തെറിയണ്ട. നീ എന്ത് ചെയ്യണമറിയാ? ഇവിടെ എവിടെങ്കിലും പ്രതിഷേധം നടക്കുന്നുവെങ്കിൽ, പ്രതിഭട്ടന ധരണി മുസ്കര നടക്കുന്നുവെങ്കിൽ, പാർട്ടി നോക്കാതെ, പക്ഷം നോക്കാതെ, ജാതി നോക്കാതെ, ഗ്രൂപ്പ് നോക്കാതെ, നല്ല മയമായ നിലക്ക പ്രതിഷേധ പരിപാടിയിൽ നീ കണ്ണിയാകണം. വയസ്സന്മാരെല്ലാം ജാഥ പിടിച്ചോണ്ട് പോയിക്കൊണ്ടുണ്ടോ? ബാല്യക്കാർ വിഷയത്തിലേക്ക് കഴിഞ്ഞിട്ടേ ഇല്ല. അവർ ഗോൾ അടിച്ചോണ്ടോ 20 ഗ്രൗണ്ടിൽ. എന്തല്ല അതലോടെ ജാഥ ബെൽത്തങ്കടിയില്? ഏത് ജാഥയല്ലേ? എന്ത് ജാഥയല്ലേ? അത് ബർലല്ലേ. പെണ്ണ് കെട്ടിയവും ജാഗ്രതാക്കണം, കെട്ടവും ഉള്ളവനും ജാഗ്രതാക്കണം. കെട്ടിനെങ്കില് അവൻ ഒരു റൂമില്, അവ ഒരു റൂമില്. റൂം റെഡിയായി ആസാമില് റെഡിയായി. ബാംഗ്ലൂരിൽ ഇന്നലെ കട്ട്ല വെച്ച്, മുഹൂർത്തം നോക്കിയിട്ട് കട്ട്ല വെച്ച്. കട്ട്ല അല്ലെങ്കിൽ
എന്തിന്? ജയിലിലുടനെ കൊന്നവസാനിപ്പിക്കാൻ. ഒന്നും തരാതെ, പട്ടിണിക്കിട്ട്, ഒരു സുഖവും അനുഭവിക്കാതെ, വിദ്യാഭ്യാസം തരാതെ, മരുന്ന് തരാതെ, നാടിന്റെ ഗന്ധഗാളി പോലും ഏൽക്കാൻ അനുവദിക്കാതെ കൊല്ലാക്കൊല ചെയ്ത് അവസാനം ഞങ്ങളെ കൊന്നുകളയാൻ ഇവിടെ റെഡിയായി വരുന്നു. അതിനെന്താണറിയോ നീ? ഇവിടെയുള്ള ശാന്തിയോടെ പ്രതിഷേധം നടത്തുന്ന എല്ലാ ജനങ്ങളോടൊപ്പം നീ നിർബന്ധമായിട്ടും പോണം. അത് കണ്ണിയായി നിന്റെ പീഡിയ ബന്ധാക്കണം, നിന്റെ കച്ചവടം സ്റ്റോപ്പ് ചെയ്യണം, കുറച്ചു നേരം അതിന് വേണ്ടിയിട്ട് നീ സമയം കളയണം. എന്നിട്ട് നല്ല മട്ടം പോലെ സമാധാനത്തോടു കൂടി, നിയമം കയ്യിലെടുക്കണ്ട, ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യണ്ട, കല്ലെറിയണ്ട, ശാന്തമായ നിലക്ക്. എന്നിട്ട് നീ എല്ലാത്തിനേക്കാളും ഇന്നെ ചെയ്യേണ്ടത് അല്ലാഹുവിനോട് ദുആ. അദ്ദുആ സിലാഹുൽ മുഅ്മിനീൻ. ഏറ്റവും വലിയ പ്രതിരോധ ശക്തി, അതാണ് ഏറ്റവും വലിയ പരിഹാര മാർഗം, അതാണ് ഏറ്റവും വലിയ ഞങ്ങൾക്കുള്ള ധൈര്യം. ആ ദുആ മറക്കണ്ട. ശഫീഉനാ റസൂലുള്ളാഹ് എപ്പോഴും ദുആറുന്നു. ഈ നാടിന് ദുആറുന്നു, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുആറുന്നു, വിശിഷ്യ മുസ്ലിമിന് ദുആറുന്നു. ഈ നാടിന്റെ ഭരണാധികാരികളുടെ മനസ്സ് നന്നാകാൻ ദുആറുന്നു. ഞങ്ങൾക്കെതിരെയുള്ള വിധികളും തീർമാനങ്ങളൊക്കെയും പടച്ച റബ്ബ് തട്ടി മാറ്റട്ടെ. ദുആരക്കാൻ മറക്കണ്ട. ഇനി നിനക്ക് വരുന്ന ആപത്തുകളെ തടയണോ, മുസീബത്തുകളെ തടയണോ, നിനക്ക് വരുന്ന ബേജാറ് വിഷമങ്ങളെ തടയണോ, അതിന് ഏറ്റവും നല്ല പോംവഴി എന്തറിയുമോ, പരിഹാരം എന്തറിയോ? പാവപ്പെട്ടവരെ സഹായിക്കലാണ്, കഷ്ടപ്പെടുന്നവരെ സഹായിക്കലാണ്. ഇതുപോലെയുള്ള പാവപ്പെട്ട പെണ്ണുകിടാക്കളെ കല്യാണത്തിന് വേണ്ടി നീ മുന്നിട്ടിറങ്ങലാണ്. എന്നാൽ അല്ലാഹു എല്ലാവിധ വിപത്തുകളിൽ നിന്നും നിന്നെ കാക്കും. സഹായം എന്നത് ചെറിയ കാര്യമല്ലല്ലോ, സഹായം എന്നത് ചെറിയ കാര്യമല്ല. നമുക്കെന്ത് സഹായം അല്ലേ അല്ലേ അല്ലേ? ചില മനുഷ്യന്മാര് ഇഷ്ടം പോലെ തിന്നു, ഇഷ്ടം പോലെ തിന്നു, ഇഷ്ടം പോലെ കുടിക്കും, ഇഷ്ടം പോലെ വീടുണ്ടാക്കും, മറ്റുള്ളവന് 5 പൈസ കൊടുക്കാൻ. ചില മനുഷ്യന്മാര് മറ്റുള്ളവന് 5 പൈസ കൊടുക്കൂല്ല, ഓനായിട്ട് തിന്നൂല്ല. ഓനിട്ട തുണി കണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ JCBന്റെ അടിയിൽ വീണ്ട് ചൂറിന്റെ ഡ്രസ്സ് പോലെ. പൊരന്റെ ഉള്ളക്ക് കയറിയെങ്കിൽ മൂക്കിന്റെ ഉള്ളക്ക് 3 കിണ്ടോളം പഞ്ച് പരത്തി വെച്ചിട്ട് പോണ്ടി വരും. അങ്ങനത്തെ സ്മെല്ല്, ഒരു നല്ലൊരു ക്ലീനിങ് ഇല്ല. എല്ലാം മക്കളെ കോലം കണ്ടെങ്കിൽ എല്ലാം സോമാലിന്ന് വന്ന മാതിരി. പൈസ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഇല്ലാത്ത അക്കൗണ്ട് ബുക്കില്ല ബാങ്കിന്റെ, എല്ലാ ബാങ്കിലും. ആർക്ക് ഏടക്ക് കൊണ്ടുപോകാൻ, എപ്പോ കൊണ്ടുപോകാൻ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിന്റെ ജാഗന്റെ അടിപ്പെട്ട നിന്റെ ആധാരം, അതല്ലെങ്കിൽ നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, അവരെല്ലാം ഇന്നലകളിൽ കഴിഞ്ഞു പോയവരാണ്. അവർ ഇട്ടേച്ചു പോയ പലതും ഇവിടെ ബാക്കിയുണ്ട്. അവർ ഇട്ട ചെരുപ്പ് ബാക്കിയുണ്ട്, അവർ നട്ട തെങ്ങ് ബാക്കിയുണ്ട്, അവർ തന്ന വീടും വളപ്പും ബാക്കിയുണ്ട്, അവർ ഉണ്ടാക്കിയ ബേക്കറിയും കടയും പീടിയയും എല്ലാം ബാക്കിയുണ്ട്, അവർ വാങ്ങിവെച്ച ടയറും ജീപ്പും ബാക്കിയുണ്ട്. അവരില്ല, നാളെ നീയുമില്ല, നാളെ നീയുമില്ല. എന്നെന്ത് വേണം? മരിക്കുന്നതിന് മുമ്പേ മറ്റുള്ളവരെ സഹായിക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം. നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ, കച്ചവടത്തിൽ ഏറിയ സമൃദ്ധി ഉണ്ടാകാൻ, മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ടാകാൻ, പരലോകത്ത് മോക്ഷമുണ്ടാകാൻ, കച്ചവടം ബിസിനസ് ജോലികളിലൊക്കെയും ബർക്കത്ത് ലഭിക്കാൻ, ആഫത്തുകളൊക്കെയും തടയപ്പെടാൻ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തട്ടപ്പെടാൻ, രോഗങ്ങളെ മരുന്നില്ലാതെ ശിഫയാകാൻ ഏറ്റവും നല്ല മാർഗമേതറിയാ സദഖ ചെയ്യലാണ്, സദഖ ചെയ്യലാണ്, സദഖ ചെയ്യലാണ്. ശഫീഉൽ വറാ റസൂലുള്ളാഹ് കണക്കനുസരിച്ച് കൊടുക്കാത്ത പൈസ, സക്കാത്ത് കൊടുക്കാത്ത പൈസ, സക്കാത്ത് കൊടുക്കണ്ടേ? യോ ഉസ്താദെ സക്കാത്ത് കൊടുക്കും, ഞങ്ങൾ അത്രയൊന്നും ഇല്ല ഉസ്താദെ. സക്കാത്ത് കൊടുക്കാൻ എത്ര വേണിച്ച? എത്ര വേണോ? ഓ മിക്കുന്ന കാണുമ്പോ വിചാരിക്കണോ മുമ്പില് ഓനെ പോലെ മല്യനെ പോലെ ആണോ അങ്ങനെ വിചാരിച്ചാന്തോ? അത്രയൊന്നും വേണ്ട.
സക്കാത്ത് കൊടുക്കാൻ അത്രയൊന്നും വേണ്ട. 500 ഗ്രാം വെള്ളിന്റെ പൈസ ഒരു കൊല്ലം നിന്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുമര്യാദ. ഉസ്താദ് 500 ഗ്രാം വെള്ളിന്റെ പൈസ അല്ലെങ്കിൽ 500 ഗ്രാം വെള്ളിന്റെ പൈസ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഒരു 30,000 ഉള്ളിൽ. 500 ഗ്രാം വെള്ളി, 500 ഗ്രാം പൊന്നല്ല, 500 ഗ്രാം വെള്ളി. അങ്ങനെ എന്തൊക്കെ അപ്പുറപ്പുറം ആയിനെങ്കിലും നാളെ എന്റെ തന്നെ ചെല്ലിക്കോളിയാവല്ലേ. ഇങ്ങനെ വാട്സപ്പിൽ ഇട്ടിട്ടൂടെ ഗുൽമാലാക്കണ്ട, അല്ലെങ്കിൽ ഗുൽമാലായിട്ടുള്ളൂ, അടക്ക് പോകണമെന്ന് തിരിഞ്ഞാട്ട് ബേജാറായിട്ടുള്ളൂ. എന്റെ അടുത്ത് ഇനി ഇട്ടിട്ട് നിസാമി അങ്ങനെ ചെന്നോ, എങ്ങനെ അയാൾ അങ്ങനെ ചൊല്ലാമ എന്റെ ഇങ്ങനെ ഈന്റെ ഇടയിൽ ഒരു ഗൗജി കത്തളാക്കിട്ട് ആപത്താക്കണ്ട, അല്ലെങ്കിൽ ഇവിടെ വന്നത് വലുതായി പോയി അല്ലെ. എന്തെങ്കിലും മസാല വലിയ ഉസ്താദ്മാരൊക്കെ ഉണ്ട്. അതിനോറ് അതെ അതെ 595 ഗ്രാം, 500 എബോ 595 ഗ്രാം വെള്ളിയുടെ പൈസ. അത്ര ആ വെള്ളിക്ക് എത്ര പൈസ ഒരു മാർക്കറ്റിൽ ആ ഗ്രാമിന്? ആ പൈസ ഒരാളെ കയ്യിൽ ഒരു കൊല്ലം ഉണ്ട് എന്ന് കണ്ടാൽ അയാൾ അതിന്റെ 2.5% കൊടുക്കണം. അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അതായത് 1 ലക്ഷം റുപ്യ ഒരാളെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ 2.5% 2,500 റുപ്യ അയാൾ കൊടുക്കണം. അപ്പൊ ഉസ്താദ് 1 ലക്ഷം രൂപ കൊടുക്കണം. പിന്നെ നീ എന്ത് വിചാരിച്ചേ 10 കോടി വേണമെന്നാ? ഓക്കെ, നീ റിയൽ അംബാനിന്റെ സെക്രട്ടറി ആണെന്ന് വിചാരിച്ചാ? ഇത് സക്കാത്ത് കൊടുക്കുന്ന വിഷയം ഓൻ അറിയേയില്ല. പഠിക്കണോ? അതല്ല, അത്രയൊന്നും വേണ്ട, വല്ല അട്ടി ബണ്ടളൊന്നും വേണ്ട. ഇത് മതി. നിന്റെ പൈസക്ക് ബർക്കത്തില്ലാതെ പോയത്, നിന്റെ കച്ചവടം സമയാതിന് മുന്നേ പൂട്ടിപ്പോയത്, നിന്റെ പൈസ മറക്ക് വെച്ചവർ മുക്കിയിട്ട് കൊണ്ടുപോയത്, സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടാ. ബണ്ണയല്ല മുക്കിയേ, മറ്റുള്ളവർ മുക്കിയതും നാട്ടുകാർ നക്കിയതും നീ സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. നീ കർമ്മം പോലെ മട്ടം പോലെ സക്കാത്ത് കൊടുത്തിരുന്നുവെങ്കിൽ, സദക്ക കൊടുത്തിരുന്നുവെങ്കിൽ, സുബ്ഹാനല്ലാഹ്, എല്ലാം അതിൽ ബർക്കത്തേറെയുണ്ട്. നമുക്ക് ആ ബോധമൊന്നുമില്ല. ഞമ്മന് കൊടുക്കുന്ന വിഷയത്തിലേക്ക് ഇല്ലേ. കഞ്ചൂസും ചെല്ലുമ്പോൾ ഓരോരുത്തർ കഞ്ചൂസ്, ചെറിയ കഞ്ചൂസ് ഒന്നുമല്ല. ചില മനുഷ്യന്മാർ കൊടുക്കില്ല എന്ന് മാത്രമല്ല, കൊടുക്കുന്നവരെ കൊടുക്കാൻ വിടൂല്ല. അങ്ങനത്തെ മനുഷ്യന്മാർ. നാളത്തെ മംഗളത്തിന് അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് വരുന്ന കൊല്ലം നമുക്ക് നടത്തപ്പെടുന്ന കല്യാണത്തിന് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന് ഒരു 5 കിലോ ഇറച്ചിന്റെ പൈസ അല്ലെങ്കിൽ 1 പൗണ്ട് പൊന്ന് തരാന്ന് വിചാരിച്ചെന്ന് വെച്ചോ, ഓനെങ്ങാനും ഓൻ്റെ ചെല്ലിപ്പോയി എന്ന് വെച്ചോ, എന്താ അപ്പുറത്തുള്ളവൻ പറഞ്ഞെന്തറിയാം, നീ 1 പൗണ്ട് കൊടുക്കണ്ട, എല്ലാരും കൊടുത്തെങ്കിൽ 12 പൗണാവും, അത്രയൊന്നും വേണ്ട, 10 പൗണ്ട് വേണ്ടിയത്, അപ്പൊ നീ അത്ര കൊടുക്കണ്ട. കണ്ട, ഇവനാണ് മാനിഉൽ ഖൈർ, ഇവനാണ് ഇബ്ലീസിന്റെ സെക്രട്ടറി, ഇവനെയാണ് മിന്ന നാട് കടത്തേണ്ട ബർമ്മക്ക്. ഓണ്ടായിട്ട് വില കൊണ്ടൊന്നുമില്ല. ഓൻ പോയെങ്ങോ സലാമത്ത്. കുറച്ച് പാവപ്പെട്ട പെണ്ണിടാക്കെങ്കിലും മംഗളത്തിന് പകാലേക്ക് പോയി. ഓൻ ഉണ്ടായിട്ട് തന്നെ ഇവിടെ നാട് മിഞ്ചാതെ പോയത്. ചില മനുഷ്യന്മാർ അങ്ങത്തതാണ്. ചില മനുഷ്യന്മാർ നിങ്ങൾ നോക്കും, മിഞ്ഞാന്നൊരു ചങ്ങായി, ഒരു വലിയ പൈസക്കാരന്, ചെറിയ ആളൊന്നും അല്ല, വലിയ പെരലോട് അതും ഇതും എല്ലാം ഉണ്ട്, ഇത് നല്ല മുളകും കുരുമുളകും റബ്ബർ ഷീറ്റും എല്ലാം ഉണ്ട്, കൊപ്പര എല്ലാം ഉണ്ട്, അയാള് പറലുണ്ട്, റെഡിയാ. മാത്രമോ ഭൂലോക കഞ്ഞി ചിലങ്ങ് അങ്ങത്തെ കഞ്ഞി ലോകത്തില്ല, അങ്ങത്തെ കഞ്ഞി മനസ്സിലായില്ല. ഇവർക്ക് എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയുന്നത് കുര ഭൂലോക കുര. ആര്? അങ്ങനെ അയാളെ പോലെ ഒരു പണിക്കാരൻ സാധാരണ ഈ മനുഷ്യൻ എന്ത് കൊടുക്കുന്നില്ല എന്ന് അറിയും, അയാൾക്കറിയും, പണിക്കാരനറിയും. ആര്? ഈ മുതലാളി എന്ത് കൊടുക്കാത്ത ഭൂലോക കൊര അയാൾക്കറിയും. അപ്പൊ ഈ പണിക്കാരൻ എന്താക്കുന്ന അറിയോ? ആരെങ്കിലും മേങ്ങാൻ വന്നെങ്കിൽ ഇതുപോലെയുള്ള പാവപ്പെട്ടവർ വല്ല ആവശ്യത്തിനോ മറ്റോ വന്നെങ്കിൽ കൊരന്റെ ഗേറ്റ് കടന്നിട്ട് വരും, പിന്നെ ഈ പണിക്കാരൻ ഓർലി ചെല്ലും, ഉടന്തില്ല, ചലോ ഉടന്തില്ല. കാരണം ഓന്റെ സ്വഭാവം അറിയും. പിന്നെ അവിടെ തന്നെ 10 ആണ്ടായി ചോറയ്ക്കുന്നത്. പിന്നെ ആ ബുദ്ധി ഓനും വന്നു. അപ്പൊ ഓനും അതേ തന്നെ ഉടന്തില്ല. ഇങ്ങനെയാണ് ഓന്റെ പണി എപ്പോഴും. ഇത് ആർക്കറിയാല? വന്നോരെല്ലാം ഓൻ കടത്തുന്നോ ചെല്ലിട്ട് ഈ മുതലാളിക്കറിയാല. ഒരു ദിവസം ഇതേപോലെ ആരോ ഒരു പാവപ്പെട്ടവൻ വന്നിട്ട് ഗേറ്റിനോടെ നിന്നിട്ട് ഇങ്ങനെ കിടക്കാൻ നോക്കുമ്പോ ഈ പണിക്കാരൻ അവനോട് ഇതാര് കണ്ട്?
ഇതാര് കണ്ട? മുതലാളി കണ്ട്, ധനി കണ്ട്. കണ്ടിട്ടാകുമ്പോ ആ ധനി അല്ല ഈ പണിക്കാരന്റെ നീ എന്തിനു ഓനെ ബയ്യാക്കയച്ച? അല്ല ഞാന് പണിക്കാരൻ വിചാരിച്ച മുതലാളി നേരായിന സുധറായിന. അൽഹംദുലില്ലാഹ് കഞ്ഞി സ്വഭാവം പോയിന്, കൊര പോയിന്, ഇപ്പൊ മോശമില്ല എന്ന് ചിന്തിച്ച് അങ്ങനത്തൊക്കെ പാഞ്ഞോട്ട് പോയിട്ട് ആളെ വിളിച്ച നീ വാ നിന്നെ മുതലാളി വിളിക്കുന്നു. മുതലാളി അവൻ വന്നിട്ട് മുതലാളിന്റെ അടുത്ത് നിന്നിട്ടാകുമ്പോ മുതലാളി ചെല്ലല 5 വയസ്സല്ല അങ്ങനെ അപ്പൊ ഈ പണിക്കാരൻ വന്നിട്ട് കേട്ടാലോ മുതലാളിന്റെ അല്ല ഞാനും പാട്ട് കടത്തിട്ടാകുമ്പോ ഇങ്ങനെ ബൈക്ക് വിളിച്ചിട്ട് ബൈക്ക് കടത്തി. അപ്പൊ ചെല്ലാൻ പറഞ്ഞ അങ്ങനെ കടത്തണ്ടി ഞാൻ, നീ ആര് കടത്തോ? എന്റെ അടുത്തൊക്കെ ഞാൻ കടത്താം, നീ കടത്തണ്ട, ഞാൻ വിളിപ്പിച്ചിട്ട് ബൈക്ക് കടത്തി. ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഡൗട്ടുണ്ട് ഓടി ഉള്ളാരാണ് അങ്ങനെ കടത്തിയോ. 2-3 ആൾ ഇരിക്കണം, കുറെ ഇല്ല, 2-3 ആൾ ഇരിക്കണം ഡോക്ടർ. അല്ല എന്തൊരു ധിക്കാരമാണ് പടച്ച റബ്ബ് അവന് ചെയ്യുന്ന ശാപം എത്രയായിരിക്കും എന്ന് ആലോചിച്ചു. പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ നമുക്കൊരു ബോധമില്ല. അനാവശ്യങ്ങൾക്ക് എത്രയും ചെലവാക്കുമല്ലോ. പെട്രോൾ ഒഴിക്കാൻ നമുക്കൊരു മടിയില്ല, അംബാനിന്റെ MP കൂട്ടാൻ നമുക്കൊരു ബേജാറില്ല, കഞ്ചാവടിക്കാൻ നമുക്കൊരു വിഷമമില്ല. പാതിരാ നേരം വരെ ഫാസ്റ്റ് ഫുഡ് കടയിലിരുന്ന് വേണ്ടതും വേണ്ടാത്തതൊക്കെയും മോന്തി വലിച്ചു തിന്നാൻ നമുക്കൊരു ബേജാറില്ല, നമുക്ക് കാശ് പോകുന്ന ടെൻഷൻ ഇല്ല. ജീവിതത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിന്, ഇതുപോലെയുള്ള നല്ല കാര്യത്തിന് ഒരു 10 രൂപ കൊടുക്കുന്നു എന്ന് പറയുമ്പോ നമ്മൾ ഉള്ളൊന്ന് കത്തുകയാ, ഞങ്ങളെ മനസ്സൊന്ന് പെടയുകയാണ്, ഞങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയാ. കേട്ടോ, പാവപ്പെട്ടവരെ സഹായിച്ചാൽ, പാവപ്പെട്ടവരെ സഹായിച്ചാൽ സുബ്ഹാനല്ലാഹ്. മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു, ഉവൈസുൽ മുസ്നി റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സഹാബിയാണ്. നബി തങ്ങളെ കാലത്ത് ജീവിച്ച മഹാനാണ്. നബി തങ്ങളെ ഏറ്റവും നല്ല സഹാബിയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു കുടുംബം പോറ്റാൻ ആ മഹാൻ കഷ്ടപ്പെടുകയാണ്. പണക്കാരനല്ല, കൈ നിറയെ സമ്പത്തില്ല, പാവപ്പെട്ട മനുഷ്യനാ, കൂലിപ്പണിയെടുത്തിട്ട് അന്നന്നത്തേക്കുള്ള വക കണ്ടെത്തുന്നയാളാ. ഒരു ദിവസം ആ സഹാബി വന്നിട്ട് മുത്തുനബി തങ്ങളോട് പറയുകയാണ്, പൊന്നാര നബിയേ, ദുആരക്കണേ നബിയേ, ദുആരക്കണേ നബിയേ. ഹബീബായ നബി തങ്ങൾ ചോദിച്ചോ, എന്തിനാ ദുആരക്കേണ്ടത്? പല സഹാബികളും ഞാൻ പാവപ്പെട്ടവനാണ്, കടക്കാരനാണ്, പൈസ ഇല്ലാത്തവനാണെന്ന് വന്നിട്ട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ അവർക്ക് വേണ്ടി ദുആരന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടി പലതും ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ സഹാബി വന്നിട്ട് നബിയോട് ദുആരക്കാൻ പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാണ് ദുആരക്കേണ്ടത്? എന്താ നിന്റെ ആവശ്യം? ആ സമയത്ത് ആ സഹാബി പറഞ്ഞു, പൊന്നാര നബിയേ, ഞാൻ കച്ചവടത്തിന് പോകുന്നു നബിയേ, മറുനാട്ടിലേക്ക് ഷാമിലേക്ക് ഞാൻ കച്ചവടത്തിന് പോവുകയാണ്. പ്രവാസിയായിട്ട്, ഒരു പ്രവാസിയായിട്ട് ഞാൻ കച്ചവടത്തിന് പോകുന്നു നബിയേ. എന്റെ യാത്രയിൽ ബർക്കത്തുണ്ടാകാൻ, എന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ നബിയേ ദുആരക്കണേ എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങള് ദുആരക്കുന്നു. അയാളെ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പൊന്നാര നബി തങ്ങളെ പ്രാർത്ഥന കേട്ട ഹബീബായ നബി തങ്ങളെ അനുഗ്രഹ ശിരസുകൾ വാങ്ങിയിട്ട്, നബി തങ്ങളെ പൊരുത്തം വാങ്ങിയിട്ട് ആ സഹാബി പോവുകയാണ്. അങ്ങനെ ഇറങ്ങി പോകുമ്പോ ഹബീബായ നബി തങ്ങളെ ഹദ്റത്തിൽ നിന്നിട്ട് ആ സഹാബി പോകുമ്പോ പൊന്നാര നബി കരയുന്നു. നബി തങ്ങളെ ഇരുനയനങ്ങളിൽ നിന്ന്, കണ്ണുകളിൽ നിന്ന് ധാരധാരയായി വെള്ളമൊഴുകുന്നു. പൊന്നാര നബി കരയുന്നത് കണ്ടപ്പോ ആ സഹാബിക്ക് വേണ്ടി ദുആരെന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ട സഹാബി പോകുമ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നബി തങ്ങളെ കണ്ടപ്പോ സഹാബി
സഹാബികൾ ചോദിച്ചു, നബിയേ കരയുകയാണോ? എന്തിനാ നബിയെ കരയണത്? എന്ത് പറ്റി നബിയെ? എന്ത് സംഭവിച്ചു നബിയെ? പലരും ഇവിടെ വന്നിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് നബി തങ്ങൾ കരഞ്ഞിട്ടില്ല. പലരും ഇവിടെ വന്നിട്ട് യാത്ര ചോദിച്ചു പോയിട്ടുണ്ട്. അന്നും നബി തങ്ങൾ കരഞ്ഞിട്ടില്ല. ഇന്നീ സഹാബി യാത്ര പറഞ്ഞ് ദ്വാരപ്പിച്ചു പോകുമ്പോ തങ്ങളെന്തേ കരയുന്നു എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ ആ സഹാബികളോട് പറഞ്ഞു, സഹാബാ, ആ സഹാബി ഇനി വരില്ല, ഇനി വരില്ല. ദ്വാരപ്പിച്ചിട്ട് യാത്ര പറഞ്ഞു പോയ സഹാബി, ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പുറപ്പെട്ട സഹാബി ഇനി മടങ്ങി വരില്ല. അയാളെ മരണം എവിടെയാൻ? ആ സഹാബിയുടെ മരണം എവിടെയാണ്? അയാളെ കച്ചവടത്തിന് മാത്രം പോവുകയല്ല, അയാള് മരിക്കാനും കൂടിയാണ് അവിടെ പോകണത്. അയാള് വരില്ല. നല്ല കൂട്ടുകാരൻ എന്നേക്കുമായി പോവുകയാണല്ലോ, നല്ല കൂട്ടുകാരൻ എന്നേക്കുമായിട്ട് അകലുകയാണല്ലോ എന്നോർത്തപ്പോ ഞാൻ കരഞ്ഞു പോയതാണ്, അറിയാതെ കണ്ണുനീർ വന്നതാണെന്ന് മഹാനരായ റസൂലുള്ളാഹ് പറഞ്ഞപ്പോ സഹാബികൾക്കും തോന്നി, ഞങ്ങൾക്കും മട്ടം പോലെ ഒന്നയാളോട് യാത്ര പറയണമായിരുന്നു. നേരത്തെ ആളോട് പറഞ്ഞാണ് ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് ഞങ്ങളും ദ്വാരക്കാം, നിങ്ങളും ദ്വാരക്കണം. അള്ളാഹു കച്ചവടത്തിലൊക്കെ ബർക്കത്താക്കട്ടെ, യാത്രയിലും അള്ളാഹു ബർക്കത്താക്കട്ടെ എന്ന് നേരത്തെ എല്ലാവരും പറഞ്ഞതാണ്, കൈകൊടുത്തതാണ്. പക്ഷെ മരിക്കാൻ വേണ്ടി പോകുന്നതാണ് ഇപ്പൊ നബി തങ്ങൾ പറഞ്ഞിട്ട് അവളാണ് അറിഞ്ഞത്. ഇത് കേട്ടിട്ടാകുമ്പോ സഹാബികൾക്ക് ഏറെ ബേജാറായി. എന്തേ എന്തേ നല്ല മനുഷ്യൻ, ബണ്ണയും പേരിനെ മാത്രം വാട്സപ്പിൽ ആഡാക്കിനല്ല, കോണവും മണവും ഉള്ള ആൾ. ഉസ്താദെ അപ്പൊ പണ്ടേ വാട്സപ്പ് ഉണ്ടാ? അങ്ങനല്ല, ഞാനൊരു ഉദാഹരണം ചെല്ല നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെല്ലിയത്. അതായത് ഒരു കോണവും മണവും ഉള്ള ആൾ, ഒരു ഉപകാരത്തിന് കിട്ടുന്ന മനുഷ്യൻ, ഇതുപോലത്തെ കാര്യത്തിനെല്ലാം മുന്നേ പാഞ്ഞുകൊണ്ട് വരുന്ന ആൾ, എല്ലാം കൊണ്ട് നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടയാൾ, സഹാബികൾക്ക് ഇഷ്ടപ്പെട്ടയാൾ. അയാളിന് മടങ്ങി വരാല, അയാൾ അവിടെ മരിക്കും, എന്നയാളെ കാണാനില്ല എന്നറിഞ്ഞപ്പോ സഹാബികൾക്കും ബേജാറായി. പക്ഷെ ഇനി പോയിട്ട് രണ്ടാമതൊരിക്കൽ കൈ കൊടുക്കുമ്പോ അയാൾക്ക് ഡൗട്ട് വരും. നിങ്ങൾക്ക് തിരിയുന്നില്ലേ? നിങ്ങൾക്ക് മുണ്ടുന്നില്ല, നിങ്ങളെല്ലാം ഔട്ട് ഓഫ് റേഞ്ചിലാണ്, വ്യാപ്തി പ്രദേശത്തിന്റെ ഉറകിതീരി. ഒരു മിനിറ്റ് ഒന്ന് എണീക്ക്, ഒരു മിനിറ്റ് എണീക്ക്, ഒന്നെണീക്ക്, എല്ലാരും എണീക്ക്. അവിടെ നിക്ക്, അവിടെ നിന്നോ, എല്ലാരും നിന്നോ, എല്ലാരും നിന്നോ. യാ നബി സലാം അലൈക, യാ റസൂൽ സലാം അലൈക, യാ ഹബീബ് സലാം അലൈക, സലവാത്തുല്ലാഹി അലൈക, ത്വലഅൽ ബദ്റു علينا من ثنية الوداع وجب الشكر علينا ما دعا لله داعي يا نبي. വർക്ക പറഞ്ഞോ, വെച്ചും പറഞ്ഞോ. أيها المبعوث فينا جئت بالأمر المطاع، جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليك. ഹബീബായ നബി തങ്ങളോട് യാത്ര പറഞ്ഞ് കച്ചവടത്തിന് പുറപ്പെട്ട സഹാബി
ഇനി മടങ്ങി വരില്ല എന്നറിഞ്ഞപ്പോ വളരെയധികം ബേജാറായ സഹാബികൾ ഇനി രണ്ടാമതും അയാളോട് യാത്ര ചോദിക്കുന്നതിനർത്ഥമില്ലല്ലോ, അയാൾക്ക് സംശയം കൊടുങ്ങുമല്ലോ, അയാൾക്ക് ബേജാറാകുമല്ലോ എന്നോർത്തിട്ട് പിന്നീട് ആരും അയാളോട് സംസാരിച്ചില്ല. രണ്ടാമതൊന്ന് യാത്ര പറയാൻ ആരും പോയില്ല. എല്ലാവരെയും അതാ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് പൊന്നാര നബി തങ്ങളെ പിരിശപ്പെട്ട സഹാബി ഷാമിലേക്ക് പുറപ്പെടുന്നു. അവിടെ അതാ എത്തുകയാണ്. കച്ചവടം തുടങ്ങിയിട്ടില്ല. അവിടെ കണ്ട ഒരു പച്ചന്റെ പിന്നെ ഈത്തപ്പന മട്ടലുകൊണ്ട് ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു പള്ളിയുടെ വരാന്തയിൽ അയാള് വിശ്രമിക്കുന്നു. അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ആ നാട്ടുകാരിയായ ഒരു പെണ്ണുങ്ങളാ, കളവിയായ വയസ്സത്തിയായ വൃദ്ധയായ വിധവയായ ഒരു പെണ്ണുങ്ങളാ. വയസ്സത്തിയാണ്, അതോടൊപ്പം വിധവയാണ്, മാപ്പിളയില്ല. അങ്ങനെയുള്ളൊരു പെണ്ണുങ്ങള് കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യന്റെ ഈ സഹാബിയുടെ മുമ്പിൽ വന്നു. എന്നിട്ട് ആ സഹാബിയോട് പറയുകയാണ്, അല്ല മോനെ, ഞാനൊരു കുടുംബത്തിലെ പാവപ്പെട്ടൊരു ഉമ്മയാണ്. ഓലമേഞ്ഞ ചറ്റക്കുടിയില, എനിക്ക് മാപ്പിളയില്ല, ഒരു ഗതിയും പരഗതിയുമില്ല, മുഴുപട്ടിണിയാണ്. പല രാത്രികളും പല പകലുകളും ഞങ്ങളെ പട്ടിണിയാണ്. ഞങ്ങളെ അടുപ്പത്ത് തീ പുകയാതെ നാളേറെയായി, ചട്ടിയിൽ ചോറ് വേവാതെ നാളേറെയായി. ഞങ്ങളെ മക്കള് പട്ടിണിയാണ്. മാത്രമല്ല മോനെ, പ്രായമേറിയ 2-3 പെണ്ണുമക്കളുണ്ട്, കെട്ടിച്ചു കൊടുക്കാൻ ഒരു ഗതിയുമില്ല. അതുകൊണ്ട് സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോ കച്ചവടത്തിന് വേണ്ടിയിട്ട് ദീനാറോ ദിർഹമോ കൊണ്ടുപോയ സഹാബി മുന്നും പിന്നും ആലോചിക്കാതെ ആ കൊണ്ടുപോയ പൈസ, ആ കൊണ്ടുപോയ ദീനാറ്, അതല്ലെങ്കിൽ ദിർഹമാ, കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോയ ആ പൈസ എണ്ണി നോക്കാതെ കെട്ടുപൊട്ടിക്കാതെ ആ പാവപ്പെട്ട കിളവിയായ ഉമ്മാന്റെ കയ്യിൽ കൊടുക്കുകയാ. ആ ഉമ്മ സന്തോഷത്തോടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് അവിടുന്ന് ദുആരുന്നു, റബ്ബേ ഈ മോനെ കാത്തല്ലാ, ഇയാളെ കാക്കല്ലാ, ബർക്കത്ത് ചെയ്യല്ലാ. സന്തോഷത്തോടെ കണ്ണുനീര് തുടച്ചു കൊണ്ടുപോയി. കിട്ടിയ ദീനാറ്, മോന് തന്ന ദീനാറ്, ഏതോ നാട്ടിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്ന് കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് എണ്ണി നോക്കാതെ കെട്ട് തന്നെ എടുത്തു കൊടുത്ത സഹാബിക്ക് അത് കിട്ടിയ ഉമ്മ, കിളവിയായ വൃദ്ധയായ പാവപ്പെട്ട ഉമ്മ, നെഞ്ചുപൊട്ടി അല്ലാഹുവിനോട് ദുആരുന്നു. എന്നിട്ട് ആ ഉമ്മ നടന്നു ഗലുകയാണ് തന്റെ ചറ്റക്കുടിലേക്ക്, തന്നെ കാത്തിരിക്കുന്ന മക്കളെ മുന്നിലേക്ക്. സന്തോഷത്തോടെ അവിടെ ചെന്നു. ഇവിടെ ഈ സഹാബി ഒറ്റക്കാണ്. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞപ്പോ ഷാമുകാരനായ ഒരാള് വന്നിട്ട് അവിടെ നിന്ന് പരിചയപ്പെട്ടപ്പോ മനസ്സിലായി നല്ല ചെറുപ്പക്കാരനാണെന്ന്, നല്ല മനുഷ്യനാണെന്ന്. ആ മനസ്സിലായപ്പോ ആ ഷാമുകാരൻ എന്ത് ചെയ്തറിയോ, ഭക്ഷണത്തിന് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇമാം ഇബ്നു കസീർ അടക്കമുള്ള മഹാന്മാർ ഈ ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട് സനദോടുകൂടി. വളരെ കൃത്യമാണ്. ആ പെണ്ണതാ, ആ മനുഷ്യനതാ, സഹാബിയതാ പള്ളിയിലിരിക്കുമ്പോ ആ നാട്ടുകാരനായ ഒരാളെ പരിചയപ്പെടുന്നു. അയാളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ, ഫേസ്ബുക്കിലോ വാട്സപ്പിലോ കണ്ടില്ലേ? ആന്ധ്രാപ്രദേശത്തിൽ ഒരു അമ്പലത്തിൽ കക്കുമ്പോ കക്കാൻ വേണ്ടി വിഗ്രഹത്തിന്റെ തലയിലുള്ള വെള്ളിയുടെ കിരീട്ട കക്കാൻ വേണ്ടി വരുന്ന കള്ളൻ ആ ദേവിക്ക് 4-5 വട്ടം തൊഴുതിട്ട് പ്രദക്ഷിണ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടാണ് പിന്നെയാണ് ദേവിന്റെ തലയിലുള്ള ഇതിനെടുത്തോണ്ട് പോകുന്നത്. അതാണ് സ്വാലിയായ കള്ളൻ. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നമ്മളൊന്നും നീട്ടുകയും വേണ്ട, സമയം വളരെ പരിമിതമാണ്. നിർത്താരുമായി സമയം 11:15 കൊണ്ടുവന്നു. മഹാനായ ആ സഹാബിയുടെ മറ്റേ സഹാബിയുടെ സഹോദരന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ അയാൾ ചോദിച്ചു, എന്റെ പാർട്ട്ണർ ആകാമോ? ചുരുക്കട്ടെ സഹോദരങ്ങൾ, അയാളെ പാർട്ട്ണറായി. ദിവസങ്ങൾ കഴിയുമ്പോ അയാൾക്ക് നല്ല കച്ചവടമായി, നല്ല ലാഭമായി, കൈനിറയെ സമ്പത്തായി, ഇഷ്ടംപോലെ കാശായി. നബി തങ്ങളുടെ അടുക്കലേക്ക് മടങ്ങുകയാണ്. അയാള്
അയാള് സന്തോഷത്തോടെ മടങ്ങി വരുന്നത് കണ്ടപ്പോ, ആരോഗ്യത്തോടെ മടങ്ങി വരുന്നത് കണ്ടപ്പോ, നല്ല ഗ്ലാമറോടെ മടങ്ങി വരുന്നത് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ് മുത്തുനബി തങ്ങൾ അത്ഭുതപ്പെടുകയാണ്. സഹാബികൾ ആശ്ചര്യപ്പെടുകയാണ്. കാരണം വരില്ല എന്ന് പറയപ്പെട്ടയാളല്ല, അവിടെ മരിക്കുമെന്ന് പറയപ്പെട്ടയാളല്ല, അല്ലാഹു തആല വഹ്യ മുഖേന അറിയിക്കപ്പെട്ടയാളല്ല. എന്നിട്ടും അയാൾ വരികയാണ്. ഇത് കണ്ടപ്പോ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന റസൂലുള്ളാഹ്. അപ്പോഴാണ് ജിബ്രീൽ ഇറങ്ങുന്നത്. ജിബ്രീൽ ഇറങ്ങിയിട്ട് നബിയോട് പറഞ്ഞു, പൊന്നാര നബിയെ, കാര്യം അങ്ങനെ തന്നെയായിരുന്നു, അത്ഭുതപ്പെടേണ്ടതില്ല, നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ടതില്ല, നിങ്ങൾ പറഞ്ഞത് കളവല്ല, അവിടെ മരിക്കുമെന്ന് പറഞ്ഞത് വളരെ വാസ്തവമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് നബിയെ, അയാൾ അവിടെ മരിക്കേണ്ടയാളായിട്ട് പോലും മരിക്കാതെ കണ്ട് പൂർവോപരി ആരോഗ്യത്തോടെ സന്തോഷത്തോടെ റാഹത്തോടെ കൈ നിറയെ സമ്പത്തുമായി ബർക്കത്തുമായി അയാൾ തന്റെ വീട്ടിലേക്ക്, നാട്ടിലേക്ക്, കൂട്ടുകാരിലേക്ക്, നബി തങ്ങളെ ഹദറത്തിലേക്ക് മടങ്ങിയതെന്തറിയുമോ നബിയെ? അതയാളെ സ്വതക്കയാണ്, സ്വതക്കയുടെ കാരണമാണ്. കെട്ടുപ്രായമെത്തിയ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ഉമ്മാനെ സഹായിച്ചതിന്റെ ഫലമായി അല്ലാഹു അയാളെ ആയുസ് നീട്ടിക്കൊടുത്തു. അയാൾ അവിടെ മരിച്ചില്ല. അയാൾ മരിക്കാതിരിക്കാനുള്ള കാരണം, അയാൾക്ക് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കാനുള്ള കാരണം, അയാള് അജമാംസ രസായനം കുടിച്ചതല്ല, അയാൾ സുബൈക്ക് എണീച്ചിട്ട് ജിമ്മിന് ഓടിയതല്ല, പിന്നെയാ സദഖത്തും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ പാവപ്പെട്ടവരെ സഹായിച്ചതാണ്, കഷ്ടപ്പെട്ടവരെ കണ്ണീരൊപ്പിയതാണ്. എന്നിട്ടതാ വർഷങ്ങൾ കഴിഞ്ഞു. ഹബീബായ നബി തങ്ങൾ തന്റെ 63-ാമത്തെ വയസ്സിൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചന്റെ അന്ന് രാവിലെ പൊന്നാര നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. തുവഫിയ റസൂലുള്ളാഹ്, നബി തങ്ങൾ വഫാത്തായി മരണപ്പെട്ടു പോയി. പക്ഷേ ആ സഹാബി മരിച്ചിട്ടില്ല. എപ്പോഴോ മരിക്കുമെന്ന് പറയപ്പെട്ട സഹാബി, ഹബീബായ നബി തങ്ങൾ തിരുനാവ് കൊണ്ട് മരിക്കുമെന്ന് പറയപ്പെട്ട സഹാബി, അല്ലാഹു തആല വഹ്യ മുഖാന്തരം അറിയിച്ചിട്ട് മരിക്കുമെന്ന് പറയപ്പെട്ട സഹാബി ഇല്ല, അയാൾ മരിച്ചിട്ടില്ല. ഹബീബായ നബി തങ്ങൾ മരണപ്പെട്ടു പോയി. പിന്നീട് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായി അമീറായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. വർഷങ്ങൾ കുറെ കഴിഞ്ഞു. സിദ്ദീഖ് തങ്ങളും 63-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അപ്പോഴും ആ സഹാബി മരിച്ചിട്ടില്ല. ഇല്ല, എപ്പോഴാ മരിക്കേണ്ടയാള്, എവിടെയോ മരിക്കുമെന്ന് പറയപ്പെട്ടയാള് മരിച്ചിട്ടില്ല. പിന്നീട് ഉമർ ഖത്താബ് തങ്ങളെ ഭരണമേറ്റെടുക്കുകയാണ്. നീണ്ട കാലം ഭരിക്കുന്നു. തന്റെ 63-ാമത്തെ വയസ്സില് ഉമർ ഖത്താബ് തങ്ങളും ഈ ലോകത്തോട് വിട പറയുകയാണ്. ആ മഹാനായ സഹാബി മരിച്ചില്ല. സിദ്ദീഖ് റളിയല്ലാഹു മുത്തുനബി തങ്ങൾ മരണപ്പെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഉമർ ഖത്താബ് തങ്ങളും മരണപ്പെട്ടു. അതിന്റെ ഇടയ്ക്ക് പലരും പല ഭാഗങ്ങളിൽ മരണപ്പെട്ടു. എപ്പോഴോ എവിടെയോ മരണപ്പെടുമെന്ന് പറയപ്പെട്ട ഈ സഹാബി മരിച്ചില്ല. വഫീ സമനി ഉസ്മാൻ ഇൻതഖല ഇലല്ലാഹ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഭരിക്കുന്ന കാലത്താണ് ആ സഹാബി പിന്നീട് മരിക്കുന്നത്. നീണ്ട 20 വർഷത്തിലേറെ ആയുസ്സേറെ ജീവിച്ച് ആ സഹാബി മരണപ്പെടുന്നു. 20 വർഷത്തിലേറെയുള്ള നല്ല ആയുസ് അല്ലാഹു തആല അയാൾക്ക് നീട്ടിക്കൊടുത്തത് സുബൈക്ക് എണീച്ചിട്ട് ജിമ്മിന് വാഞ്ഞത് കൊണ്ടല്ല, ഫായിസ വർത്തിയത് കൊണ്ടല്ല, ആട്ടിന്റെ സൂപ്പ് കുടിച്ചത് കൊണ്ടല്ല, പിന്നെയോ പാവപ്പെട്ടവരെ സഹായിച്ചത് കൊണ്ടാണ്. അതിന് വലിയ ബർക്കത്താണ്. ശഫീഉൽ വറാ റസൂലുള്ളാഹ്. ആലോചിച്ച് നോക്കൂ. ഉള്ള ബട്ടനും സെറ്റിക്കും കൊണ്ടിട്ട് പൈസ കൊടുക്കുന്നതിന് മുന്നേ ഡോക്ടർമാർക്ക് അതാ പള്ളിന്റെ ബട്ട കാണുന്ന സൈഡില് അതിന് മുന്നേ ഇട്ടോളാം ഒരു 25.
അപ്പൊ ഉസ്താദെ സെറ്റിനെ ബട്ടനെ ഡോക്ടറിനൊന്നും കാണണ്ടേ? കാട്ടണോ? അത് മരുന്നല്ലേ? അവരെ കാണണം, ആവശ്യം വന്നാൽ കാട്ടണം. പക്ഷെ അത് മാത്രമാണ് മരുന്ന് കരുതണ്ട. നമ്മളെ അഭിപ്രായത്തിൽ മരുന്നത്, നമ്മളെ അഭിപ്രായത്തിൽ അത് മാത്രം മരുന്ന്, വേറെന്തും മരുന്നേ ഇല്ല. സത്യത്തിൽ സംസം വെള്ളം മരുന്നാണ്, ഖുർആൻ പാരായണം മരുന്നാണ്, കുടുംബബന്ധം ചേർക്കലും മരുന്നാണ്, സ്വതക്ക മരുന്നാണ്, യാസിൻ സൂറത്ത് മരുന്നാണ്. ഇതൊന്നും നമുക്കറിയില്ല. നമുക്ക് ആകെ അറിയുന്ന മരുന്ന് ബട്ടന്റെ അല്ലെങ്കിൽ സെറ്റിംഗ്. ആടെ കൊണ്ടുപോയിട്ട് 500 കൊടുക്കാനും സ്കാനിങ്ങിന് 5000 കിട്ടാനും ഓപ്പറേഷന് 1,35,000 കൊടുക്കാനും നമുക്കൊരു ബേജാറും ഇല്ല, പേടിയുമില്ല, അല്ലേ? എന്നാൽ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഒരു ഉറുപ്പിക പോലും മരുന്നിന് ചെലവാക്കാതെ, ഒരാളെ മരുന്നും കുടിക്കാതെ, ഒരു ഓപ്പറേഷനും നടത്തപ്പെടാതെ നിനക്ക് അല്ലാഹു തആല പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും നൽകണമെങ്കിൽ, നിന്നിലുള്ള രോഗങ്ങൾ മരുന്നില്ലാതെ മാറണമെങ്കിൽ, ഏറ്റവും നല്ല മരുന്ന് അത് സ്വതക്കയാണ്. ദുനിയാവിന് മാത്രമല്ല, ഖബറു ലോകം വിശാലമാകാൻ, നാളെ പരലോകം രക്ഷപ്പെടാൻ. ഈ ഞാനും പറഞ്ഞ് നടക്കണ്ട. എന്റേത് ഇതെല്ലാം ഇതാ ഈ ഭാഗത്തെക്കാരും വേലിടണ്ട, ഈ ഭാഗത്തെക്കാരും ഗേറ്റ് വെക്കണ്ട, ഇതെല്ലാം എന്റേത് അല്ലേ? അങ്ങനെ ഒരു തത്വോപദേശം, ഒരു പദ്യം ഞാൻ ഇന്നലെ എവിടെയോ കേട്ടു. കർണാടക ഭാഷയിലാണ്, നിങ്ങളെ ഭാഷയിലാണ്. ನಾನು ನನ್ನದು ಎನ್ನುತ್ತೀಯಲ್ಲ, ನೀವೋಗುವುದು ಗೊತ್ತೇ ಇಲ್ಲ. ನಾನು ನನ್ನದು ಎನ್ನುತ್ತೀಯಲ್ಲ, ನೀವೋಗುವುದು ಗೊತ್ತೇ ಇಲ್ಲ. ഇടി സ്കൂളിൽ പഠിപ്പിക്കണ പദ്യല്ലേ? അല്ലേ? അല്ല, ഞാൻ മാത്രം കണ്ടതാ. കുടുങ്ങിയല്ലോ. അങ്ങനത്തെ ഒരു പാട്ടില്ലേ? ಮಿಚ್ಚಿಕುಂತೆ ಸುಳ್ಳೆಯಲ್ಲ, ಮಿಚ್ಚಿಕುಂತೆ ಸುಳ್ಳೆಯಲ್ಲ, ನಾನು ನನ್ನದು ಎನ್ನುತ್ತೀಯಲ್ಲ, ಮೆಚ್ಚಿಕುಂತೆ ಸುಳ್ಳೆಯಲ್ಲ, ನೀವೋಗುವುದು ಗೊತ್ತೇ ಇಲ್ಲ, ನೀವೋಗುವುದು ಗೊತ್ತೇ ಇಲ್ಲ, ನಾನು ನನ್ನದು ಎನ್ನುತ್ತೀಯಲ್ಲ, ಮೆಚ್ಚಿಕುಂತೆ ಸುಳ್ಳೆಯಲ್ಲ. എനിക്കറിയാലോ ഒരു തത്വോപദേശ പദ്യ, ശരണനോ ബസവണ്ണനോ ആരോ പാടിയതാണ്. ഏതു ആകട്ടെ, വളരെയധികം അർത്ഥഗർഭമായ ഒരു വാക്കാണത്, പദ്യമാണത്. ഞാനാണ്, എന്റേതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അള്ളിപ്പിടിച്ച് നിൽക്കണ്ട. നാളെ പോകും അത്. ജിന്ദഗി കാ ദുൽഹൻ ബനേഗാ, ഇധർ ജിന്ദഗി കാ ജനാസ ഉഠേഗാ. അവിടെ പുതിയാപ്പള മണിയറക്ക് വരികയാ, ഇവിടെ ഒരാളെ മണ്ണിറക്ക് പോവുകയാ. ഇതാണ് നമ്മുടെ ലോകം. കണ്ടില്ലേ ഇന്ന് കേരളത്തിലെ, ഞങ്ങളുടെ നാട്ടിലെ എറണാകുളത്ത് മരടില് വെച്ചിട്ട് 2-3 ഫ്ലാറ്റുകൾ തെച്ച് തകർക്കപ്പെട്ടു. സെക്കൻഡുകളെ കൊണ്ട് 14 സെക്കൻഡുകൾക്കുള്ളിലായി, 14 സെക്കൻഡിന്റെ ഉള്ളിലായി കോടി വില മതിക്കുന്ന ഫ്ലാറ്റുകളാ ഒരു ഉറുപ്പിക പോലും ഉപകാരമില്ലാതെ ബോംബിട്ട് തകർക്കുകയുണ്ടായി, തച്ചു പൊളിക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. ഒന്നാലോചിച്ചു നോക്കൂ, എത്ര പൈസയാണ് പോയത്, എത്ര കാശാ പോയത്. കെട്ടിയവർക്ക്, പാർട്ട്ണർക്ക്, കെട്ടിച്ചവർക്ക്, ഏജന്റുമാർക്ക്, അതുപോലെ തന്നെ സർക്കാരിന്, ഗവൺമെന്റിന് ഒരു ഉപകാരവുമില്ല. ಮೆಚ್ಚಿಕುಂತೆ ಸುಳ್ಳೆಯಲ್ಲ, ನಾನು ನನ್ನದು ಎನ್ನುತ್ತೀಯಲ್ಲ, ನಾನು ನನ್ನದು ಎನ್ನುತ್ತೀಯಲ್ಲ, ಮೆಚ್ಚಿಕುಂತೆ ಸುಳ್ಳೆಯಲ್ಲ, ನೀವೋಗುವುದು ಗೊತ್ತೇ ಇಲ್ಲ.
അതുകൊണ്ട് കൂടുതൽ ഞെളിയാനക്കല്ല, കൂടുതൽ അള്ളിപ്പിടിച്ച് നിൽക്കാനക്കല്ല, അതിന്റെ പിന്നാലെ പായാനക്കല്ല, അതിന്റെ പിന്നാലെ ഓടാനക്കല്ല. അല്ലാഹ്ക്ക് വേണ്ടി കൊടുത്തോ, സാധുക്കൾക്ക് വേണ്ടി കൊടുത്തോ, അത് ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് ഉപകാരമാണ്.